Praise the Lord. എല്ലാവർക്കുമുള്ള സന്ധ്യാവന്ദനങ്ങൾ ദൈവനാമത്തിൽ അറിയിക്കുന്നു. आप सभी के लिए आज रात का समय मैं प्रभु यीशु का नाम से आपको स्वागत करता हूं. റേഡിയൻസ് പ്രയർ സെന്ററിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന മീറ്റിംഗുകൾ അനുഗ്രഹപ്രദമായിരുന്നു. रेडियंस प्रेयर सेंटर का मध्य में जो प्रार्थना सभा हो रहे मैं जान लिया काफी दिन का मीटिंग बहुत अनुग्रहित था. ഈ 3 ദിവസം മീറ്റിംഗിനോടുള്ള ബന്ധത്തിൽ ഈ കൂട്ടത്തിലേക്ക് എന്നെ ക്ഷണിച്ച ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ എന്റെ സ്നേഹിതൻ പാസ്റ്റർ എൽദോസ് മാത്യുവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ये मीटिंग के लिए मेरे को इनविटेशन दिया प्रभु का दास के लिए मैं प्रभु को धन्यवाद देता हूं. തന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കേന്ദ്രീകൃതമായി നടക്കുന്ന എല്ലാ ഉണർവ് മുന്നേറ്റങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. मैं यीशु का नाम से मैं प्रार्थना करता हूं उनका द्वारा प्रभु का दास का द्वारा कलीसिया का द्वारा जो कुछ सेवकाई इधर ही हो रहे प्रभु इसको आशीष करेंगे और आगे बढ़ेंगे. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലം എന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിന്റെ സുഖലോലുപതയൊക്കെ വിട്ടുകളഞ്ഞ് ബംഗാളിലെ ദൈവജനത്തിന് വേണ്ടി അധ്വാനം ചെയ്യുവാൻ ദേവദാസൻ പാസ്റ്റർ എൽദോസ് കാണിച്ച നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. प्रभु का दास अपने देश को छोड़ के अपने संस्कृति को छोड़ के बंगाल में आके प्रभु का सेवा करने के लिए प्रभु उसको सौभाग्य दे दिया. उसके लिए मैं प्रभु को धन्यवाद देता हूं. ദൈവം യേശു കർത്താവ് ബംഗാളിനെ സ്നേഹിക്കുന്നു. प्रभु यीशु बंगाल को भालोबाशा बहुत प्यार करता है. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടത്തിനെ പേരിട്ടതുപോലെ തന്നെ ബംഗാളിൽ വലിയൊരു ഉണർവിനായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കാറ്റ് ബംഗാളിലേക്ക് വീശട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. जैसा ये मीटिंग के लिए नाम दिया है बंगाल के एक बेदारी के लिए पवित्र आत्मा का एक बहुत हवा प्रभु बंगाल के ऊपर देंगे. वही में सबसे प्रथम मेरा प्रार्थना वही है. हालेलुया 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 हालेलुया. जोर से हालेलुया बोलो. सभी लोग हाथ उठा के जोर से हालेलुया बोलिए. हालेलुया हालेलुया हालेलुया. ആമേൻ. ഈ രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. വിശേഷാൽ ഈ സാഹചര്യം ഒരുക്കി തന്ന കൊറോണയ്ക്ക് നന്ദി പറയുന്നു. आज रात ऐसा आप लोगों का मध्य में आने के लिए प्रभु सहायता किया. कोरोना का नाम में ये सब सौभाग्यता हमको मिला तो कोरोना के लिए भी धन्यवाद देना चाहता हूँ. അതെ, മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ എൽദോസ് പാസ്റ്റർ എനിക്ക് ടിക്കറ്റ് തരണം, താമസിക്കാൻ റൂം തരണം, ചപ്പാത്തി തരണം, ഡാല് തരണം, ചിക്കൻ തരണം, ഇതൊന്നും ഇപ്പൊ ആവശ്യമില്ല. ആമേൻ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. अलग परिस्थिति में होने से पास्टर मेरे लिए टिकट लेना पड़ेगा और चपाती खिलाना पड़ेगा, रहने का जगह देना पड़ेगा. अभी और कुछ भी जमीला नहीं है. सीधा मेरा घर से आप लोग के बीच में आने के लिए प्रभु सहायता दिया. प्रेज द लॉर्ड. पास्टर you are can you unmute yourself? Mute हो गए. Mute टाइप हुई पास्टर. യെസ്, താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. ബംഗാളിൽ ഇതിനു മുമ്പ് കാലുകുത്തുവാനും ബംഗാളിന്റെ പലയിടങ്ങളിൽ സഞ്ചരിപ്പാനും പ്രസംഗിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. इसका पहले भी बंगाल में आने के लिए बंगाल का अलग अलग कोना में जाके प्रचार करने के लिए प्रभु पास्टर को मौका दिया है. കൽക്കട്ടയിലെ സറാംപൂർ ബൈബിൾ കോളേജ്, ഹൂബ്ലി നദിയുടെ തീരത്തുള്ള സറാംപൂർ ബൈബിൾ കോളേജ് ഞാൻ പാർത്തിട്ടുണ്ട്. അവിടുത്തെ സ്പിരിച്വൽ എംബസൈസിംഗ് വീക്കിൽ പ്രസംഗിച്ചിട്ടുണ്ട്. सरामपुर बाइबल कॉलेज में पास्टर रहते थे और उधर मैसेज देने के लिए भी पास्टर पहले आए थे. ബംഗാളിൽ നിന്ന് തുടർന്ന് ഞാൻ അരുണാചൽ പ്രദേശിലേക്കും നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. बंगाल से अरुणाचल प्रदेश में और अलग नॉर्थ ईस्ट स्टेट में जाने के लिए प्रभु सहायता किया. वो भी अभी मैं याद करता हूँ. ബംഗാളും ഞങ്ങളുടെ സംസ്ഥാനം കേരളവും തമ്മിൽ ഒത്തിരി സിമിലാരിറ്റി എനിക്ക് അന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. उस समय में पहचान लिया बंगाल और केरला में बहुत साम्य है, बहुत बात एक ही समान है. എന്നാൽ അന്നത്തെക്കാളൊക്കെ എനിക്ക് ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിന്റെ വെളിച്ചം
അന്നത്തേക്കാൾ ധാരാളമായി ഇപ്പോൾ ബംഗാളിന്റെ മേലുണ്ട്. तो फिर मैं एक ही बात जानता हूं, मैं जब आए थे उस समय से बढ़कर प्रभु का ज्योति बंगाल में प्रकाशित हो रहे. आमेन. ഹല്ലേലൂയ. हालेलुया. ദൈവം ബംഗാളിനെ അനുഗ്രഹിക്കട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഈ കൂട്ടായ്മ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ആത്മീയ വർധനവിനും ദൈവിക പ്രത്യാശ വർദ്ധിപ്പാനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. प्रभु बंगाल को आशीष करेंगे और हर एक जन प्रार्थना सभा में जुड़ा है, हर एक जन को आज रात प्रभु आशीष करेंगे, प्रभु का महिमा के लिए अपने जीवन को प्रभु खड़ा करेंगे. आमेन. ഹല്ലേലൂയ. ഇന്ന് ചിന്തകൾക്ക് ആധാരമായി വേദവചനത്തിലേക്ക് ഞാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ കുട്ടവുമായി ബന്ധപ്പെട്ട് പ്രകാശനം തന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. आज रात जब मैं प्रार्थना के लिए प्रभु का पवित्र आत्मा मेरे को अगुवाई दिया, वो वचन को हम लोग मिलकर पढ़ेंगे. प्रेरितों का पुस्तक 9 अध्याय इसका 21-30 आयत हम लोग आज रात हम लोग पढ़ेंगे. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 31. ഞാൻ ഇങ്ങനെ വായിക്കുന്നു മലയാളത്തിൽ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയ വർധനം പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. इधर वचन में ऐसा लिखा है, इस प्रकार सारे यहूदिया, गलीलिया और समरिया में कलीसिया के लिए बहुत बड़ा आसादी पाया और उनका उन्नति होती गई और प्रभु का भय और पवित्र आत्मा की शक्ति में चलती और बढ़ती गई. आमीन. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. आइए हम लोग आंखों को बंद करेंगे, आज रात प्रार्थना करेंगे. സ്വർഗീയ പിതാവേ, ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവിൽ ചേർന്ന് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. स्वर्गीय पिता, आज रात शरीर में मैं बहुत दूर है, तो फिर आत्मा में प्रभु हर एक जन का साथ में खड़ा होके यीशु का पवित्र नाम को आज रात महिमा देता हूँ. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. प्रभु हम लोग मिलकर गीत संगीता 107 इसका कूड़ी आयत हम मिलकर विश्वास करता हूँ. അങ്ങ് വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റി എന്ന് ഞങ്ങൾ വായിക്കുന്നു. प्रभु अपने वाक्यों को भेजकर हर एक बीमारी को चंगा किया. आज रात वचन को हम विश्वास से घोषणा करता हूँ. എബ്രായ ലേഖനം 4:12 വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. इब्रानियों 4:12 वचन आज रात हम विश्वास से घोषणा करता हूँ. ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം, ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിരിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന വചനം, ചിന്തകളെയും ഭാവനകളെയും വിവേചിക്കുന്ന വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യട്ടെ. ओ प्रभु का वचन जीवन का वचन है, ज्योति का वचन है. हर परिस्थिति में, हर मुसीबत में वचन अंदर पहुंचाता है. प्रभु ये वचन आज रात हम मिलकर घोषणा करता हूं. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ വായിച്ചതുപോലെ ബംഗാളിലെ എല്ലാ ജില്ലകളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും 2021 ദൈവസഭയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ. जैसा हम लोग वचन से प्रेरित से पढ़े थे, कलीसिया का ऊपर, बंगाल का हर एक डिस्ट्रिक्ट में कलीसिया का ऊपर प्रभु का शांति को हम घोषणा करता हूं. എല്ലാ ദോഷങ്ങളും മാറിപ്പോകട്ടെ. ओ यीशु का नाम से सारे रुकावट निकल जाओ. എല്ലാ കലഹങ്ങളും മാറിപ്പോകട്ടെ. ओ सारे झगड़ा का आत्मा यीशु का नाम से बंगाल से दूर हो जाओ. എല്ലാ രോഗികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. यीशु का नाम से सारे बीमारी यीशु का नाम से चंगा हो जाओ. സഭകൾ ആത്മീയ വർധനവ് പ്രാപിക്കട്ടെ. हर एक कलीसिया आत्मिक जीवन में उन्नति पाएगा. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടക്കട്ടെ, പെരുകട്ടെ. प्रभु का भय से, पवित्र आत्मा का अगुवाई से कलीसिया आगे बढ़ने दो. ഹല്ലേലൂയ. हालेलुया. കർത്താവേ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. आज रात वचन को सुनने वाला हर एक जन के ऊपर पवित्र आत्मा का उपस्थिति को स्पर्श कर प्रभु. സഭകളിൽ നിന്ന് സുവിശേഷകന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എഴുന്നേറ്റ് വരട്ടെ.
प्रभु कलीसिया के अंदर से अपोस्तल लोग, भविष्यवक्ता लोग, शिक्षा देने वाले लोग, इवांजलिस्ट लोग, 5 तरीका का सेवक लोग खड़े होने दो। പ്രതികൂലമായി നിൽക്കുന്ന ചിലരെ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയതുപോലെ യേശു കർത്താവിന്റെ ശബ്ദമായവർ മാറ്റപ്പെടട്ടെ. ओ कलीसिया का विरोध खड़ा होने वाला, सतावत करने वाला, जैसा साधु बोल को प्रभु अपने इस्तेमाल किया, वैसा प्रभु का राज्य के लिए, महिमा के लिए अलग कर इस्तेमाल कर. ഈ കൂട്ടായ്മ നിമിത്തം ജനത്തിന്റെ ആകുലത മാറട്ടെ, ഭാവിയെ കുറിച്ചുള്ള ഭയാശങ്കകൾ മാറട്ടെ, എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. ये प्रार्थना सभा का द्वारा प्रभु हर एक जन आशीष होने दो, हर एक व्याकुलता, हर एक निराशा यीशु का नाम से दूर हो जाओ. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം, രാജ്യം വിപുലമാകട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നവർ സംസാരിപ്പാൻ നാവോടുകൂടെ ഇരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. आज रात प्रभु अपना पवित्र नाम को महिमा कीजिए. पवित्र आत्मा अगुवाई में बातचीत करने के लिए प्रभु आप साथ रखिए. यीशु का नाम से मानता हूं. आमेन. ആമേൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ആമേൻ പറഞ്ഞോട്ടെ. हाथ उठा के सभी लोग बोलिए आमेन, आमेन, आमेन. ആമേൻ. എല്ലാവരോടുമുള്ള വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. വിശേഷാൽ എനിക്ക് പ്രിയരായി എൻ്റെ സഭയിൽ നിന്നുമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഈ കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. खास करके आप सभी लोगों को यीशु मसीह का नाम से मैं स्वागत करता हूं. और पास्टर का कलीसिया से कुछ लोग भी आज रात हमारा मध्य में है. We welcome all of you. Thank you so very much. Thank you. Praise the Lord. ഞങ്ങളുടെ സഭ ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കും. ബംഗാളിലെ ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. हमारा कलीसिया बंगाल के लिए प्रार्थना करेगा और बंगाल का लोग हमारे लिए, हमारा कलीसिया के लिए भी प्रार्थना कीजिए. आमीन. ഹല്ലേലൂയ. ഞാൻ വായിച്ച വേദവചനത്തിലേക്ക് വേഗത്തിൽ ഇന്ന് രാത്രി വരാൻ ആഗ്രഹിക്കുന്നു. हम लोग जो पढ़े थे वो वचन में हम लोग जल्दी देखेंगे. വചനം പറയുന്നത് യഹൂദിയിലും ഗലീലിലും ശമരിയിലും ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. हम लोग वचन से ही पढ़े थे. यहूदिया में, गलीलिया में, सामरिया में कलीसिया के लिए बहुत बड़ा आसादी हुआ. സഭ ആത്മീയ വർധനവ് പ്രാപിച്ചു. इधर ही हम लोग देखता है कलीसिया आत्मिक जीवन में उन्नति पाया. കർത്താവിനോടുള്ള ഭക്തിയിൽ സഭ വളർച്ച പ്രാപിച്ചു. और प्रभु का भय में कलीसिया और आगे बढ़ना शुरू किया. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്നു സഭ പെരുകിക്കൊണ്ടിരുന്നു. पवित्र आत्मा का अगुवाई में कलीसिया आगे बढ़ा, कलीसिया आगे बढ़ना शुरू हो गया. 4 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. हम लोग मालूम है नया नियम में 4 सुसमाचार हम लोग देखता है. റോമാ ലേഖനം മുതൽ യൂദ വരെ ലേഖനങ്ങളുണ്ട്. रोमियो का पत्री से हम लोग यहूदा का पुस्तक तक मालूम है, अलग अलग पत्री है. സുവിശേഷത്തിനും ലേഖനങ്ങൾക്കും ഇടയിൽ ഒരു പാലം പോലെ ഒരു ചരിത്ര പുസ്തകമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം എന്നുള്ളതിനേക്കാൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ പുസ്തകവും ഉണ്ട്. मतलब सुसमाचार का मध्य में और इसका अंत में जो पत्री का बीच में प्रेरितों का पुस्तक, इसका मध्य में बीच में प्रभु ने रखा है प्रेरितों का पुस्तक. ഈ വചനം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ തന്ന ഒരു പ്രത്യേക പ്രകാശനമുണ്ട്. जब मैं वचन को चुन लिए थे, पवित्र आत्मा मेरे अंदर यही प्रकाशन दिया. 9-ാം അധ്യായം ആരംഭിക്കുന്നത് വളരെ പ്രതിസന്ധികളോടും ദൈവസഭ വളരെ തകർന്ന് കലങ്ങിയ ഒരു സ്ഥിതിയിലാണ് ആരംഭിക്കുന്നത്. इसका 9 अध्याय में हमको मालूम है कलीसिया जब शुरू हुआ बहुत बड़ा समस्या का मध्य में, मुसीबत का मध्य में कलीसिया स्थापित हुआ. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവമക്കളുടെ നേരെ, ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് അവരെ ഒടുക്കേണ്ടതിന് മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് അധികാരപത്രം വാങ്ങി ഡെമസ്കോസിലേക്ക് വരുന്ന ചരിത്രം പറഞ്ഞുകൊണ്ടാണ് 9 ആരംഭിക്കുന്നത്. इधर ही हम लोग को मालूम होता है सॉल बोलने से साधु बोल का पहले नाम सॉल प्रभु का राज्य के विरोध होके खड़ा हो गया. प्रभु को जानने वाले लोग को सतावत करने के लिए, खत्म करने के लिए निकाल दिया. उनका जीवन का परिवर्तन देखे ये अध्याय शुरू होता है.
2021 പ്രതിസന്ധികളോടായിരിക്കാം ആരംഭിച്ചത്. देखिए 2021 अनेक समस्या के साथ ये साल शुरू हुआ. ജീവന്റെ ആശ പോലും പോയ സന്ദർഭങ്ങൾ ഉണ്ടാകാം. देखिए जीवन का सारे आशा खत्म हुआ, ऐसा समस्या मुसीबत हमारे सामने आया. നമ്മെയും നമുക്കുള്ളതിനെയും ഉള്ളവരെയും നശിപ്പിക്കുമെന്ന് വാശി പിടിച്ചു നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഉണ്ടായിരിക്കാം. शायद हमारा जीवन का विरोध हमारा जीवन को आगे बढ़ने के लिए नहीं देता है. अलग समस्या मुसीबत शायद हमारे सामने खड़ा होगा. ബംഗാളിലെ സഭകളുടെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്ന വാക്കുകളും കേൾക്കുന്നുണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് ഒടുങ്ങുകയല്ല, ആമരുകയല്ല, ഇത് പെരുകാൻ പോവുകയാണ്. आमीन. शायद काफी लोग सोच लिया कलीसिया आगे जा नहीं सकेगा, तो फिर आज रात पवित्र आत्मा बोलना चाहता हूं, ये खत्म होने के लिए नहीं, ये आगे बढ़ने के लिए, पवित्र आत्मा का अगुवाई में आगे बढ़ने के लिए पवित्र आत्मा चाहता हूं. പ്രശ്നങ്ങളോടെയാണ് ആരംഭിച്ചത്. समस्या के साथ ये साल शुरू हुआ. കൊന്നുകളയുവാൻ അധികാരമുള്ളവരുമായിട്ടാണ് ആരംഭിച്ചത്. देखिए इधर ही हम लोग देखता है कलीसिया को खत्म करने के लिए सॉल के पास अधिकार था. ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നവരുടെ നടുവിൽ सभी लोग सोच लिया, प्रेरित 9 अध्याय में सभी लोग सोच लिया कलीसिया खत्म होगा. ബംഗാളിലെ സഭകളോട് ദൈവാത്മാവ് പറയുന്നു, आज रात बंगाल का कलीसिया को देखे पवित्र आत्मा बोलता हूं, പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, वो प्रार्थना करने वाला कलीसिया को प्रभु का पवित्र आत्मा बोलता हूं, ഇതാ പരിശുദ്ധാത്മാവിന്റെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. पवित्र आत्मा का एक नया सीजन बंगाल का ऊपर प्रभु. സൈന്യം കൊണ്ടും ശക്തി കൊണ്ടും അല്ല, मतलब सेना से नहीं, शक्ति से नहीं, അധികാരം കൊണ്ടല്ല, अधिकार से नहीं, പണം കൊണ്ടല്ല, पैसा से नहीं, ദൈവത്തിന്റെ ആത്മാവ് തന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. पवित्र आत्मा का सामर्थ से प्रभु अपना काम को पूरा करेगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ഈ 9:31 ഈ യോഗം കഴിഞ്ഞ് എടുത്തു വെച്ച് വായിക്കണം. अब सभी लोग प्रार्थना सभा खत्म होने के बाद ये वचन को पढ़ना है. प्रेरित 9 का 31 आप लोग पढ़ना है. അവിടെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ സ്ഥലങ്ങളുടെ പേരുകൾ എഴുതിയ സ്ഥലത്ത് ബംഗാളിലെ കൽക്കട്ട അങ്ങനെ പല പല ജില്ലകളുടെയും പേരുകൾ നിങ്ങൾ എഴുതി ചേർക്കണം. इधर ही जैसा लिखा है गलीला, यहूदी, जेरुसलेम जो जगह लिखा है उधर ही अपना नीचे जगह मिदनापुर, बंगाल, एक एक जगह अपने लिख के पढ़ना है. വിശ്വസിക്കുന്ന ഒരു കാര്യം, देखिए इधर वचन हमको यही दिखाता हूं, എപ്പോഴാണ് നമ്മൾ വായുകൊണ്ട് ഏറ്റു പറയാൻ തയ്യാറാകുന്നത്? जब हम वचन विश्वास से घोषणा करने के लिए तैयार है, അപ്പം മുതൽ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും. उसी समय से प्रभु का महिमा हम देखना शुरू करेगा. സദൃശ്യ 18:21 പറയുന്നു, ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. और नीति वचन 18 अध्याय में ऐसा लिखा है, जीवन और मृत्यु कहां पर है, जीव का मुंह का अधिकार में प्रभु दिया है. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. प्रथम राजा का पुस्तक में हम लोग एलिया के बारे में मालूम होता है. കർമ്മേലിന്റെ കൊടുമുടിയിൽ അശേര പ്രതിഷ്ഠകളുടെയും ബാലിന്റെയും 850 പ്രവാചകന്മാരുമായി ഏലിയാവ് ഏറ്റുമുട്ടുകയുണ്ടായി. एलिया खड़ा हो गया, करमेल पहाड़ के ऊपर खड़ा हो गया. തുടർന്നവൻ തല മുഴങ്കാലുകളുടെ നടുവിൽ കുമ്പിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. इसके बाद ही हम एलिया को देखता है अपना घुटना टीक के प्रभु को उपस्थिति में एलिया प्रार्थना कर रहे हैं. അവനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞിട്ടില്ല. प्रभु एलिया का ऊपर दिया है, ये काम पूरा नहीं हुआ. അതാണ് യാക്കോബ് 5:16 പറയുന്നത്, അവൻ പ്രാർത്ഥിക്കയിൽ 3.5 വർഷം മഴ പെയ്തില്ല, വീണ്ടും പ്രാർത്ഥിക്കയിൽ മഴ പെയ്തു. इसलिए हम लोग याकूब 5:16 में हमको मालूम होता है, अब उसका बारे में ऐसा लिखा है, एलिया प्रार्थना किया 3.5 साल तक. जब प्रार्थना किया बारिश बंद हो गया. इसके बाद ही जब प्रार्थना किया बारिश शुरू हो गया. ഏലിയാവ് തെളിയിക്കുന്നത് മലമുകളിൽ ആമൻ തീയിറക്കാൻ മാത്രമല്ല, ഈ ദൈവത്തിന് കഴിയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യിക്കാനും ഈ ദൈവത്തിന് കഴിയും. एलिया के द्वारा प्रभु दुनिया को दिखाई दिया, प्रार्थना में केवल आग उतरने के लिए नहीं है, जब प्रार्थना करेगा बारिश देने के लिए ए प्रभु सर्वशक्तिमान प्रभु है. हालेलुया.
103-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ പറയുന്നു, ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാണ്. गीत संहिता 119 में हमको मालूम होता है प्रभु का सिंहासन स्वर्ग में स्थिर होता है और प्रभु सारे दुनिया को राजत्व करता है. എന്താണ് നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത? और जो प्रभु हम आराधना करता है उसका विशेषता क्या है? പാപത്തിന്റെ മേലും രോഗത്തിന്റെ മേലും പ്രകൃതി ശക്തിയുടെ മേലും പിശാചിന്റെ മേലും മരണത്തിന്റെ മേലും യേശുവിന് അധികാരമുണ്ട്. जो यीशु को हम आराधना करता है, यीशु को अधिकार है हर एक बीमारी का ऊपर, हालेलुया, परिस्थिति का ऊपर, हर एक समस्या का ऊपर यीशु को अधिकार है. ഹല്ലേലൂയ, हालेलुया. അവൻ മുഴങ്കാലുകൾ നടുവിൽ കുമ്പിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ബാല്യക്കാരനോട് പോയി പറഞ്ഞു, കടലിന് നേരെ നീ ചെന്ന് നോക്ക്, എന്തുവാ മഴയെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കാൻ പറഞ്ഞു. एलिया अपने घुटना छीकर प्रार्थना किया. प्रार्थना के बाद अपना दास को बोला, जाके देखो, प्रार्थना का कुछ उत्तर देख रहे. അവൻ മടങ്ങി വന്ന മറുപടി പറഞ്ഞു, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. एलिया का दास जाके देखने के बाद यही बोला, ज्यादा कुछ दिखाई नहीं दे रहे. നാം ആണെ അവിടെ തളർന്നു പോയേക്കാം. शायद हम लोग वही परिस्थिति में होने से हम लोग निराशा हो जाता है. ഏലിയ അവനോട് പറഞ്ഞു, നീ 7 പ്രാവശ്യം നോക്കിയിട്ട് എന്നോട് ഒന്ന് പറയാൻ പറഞ്ഞു. एलिया फिर से बोला, 7 बार जाके देखने के लिए आने के लिए बताया. 7ാം തവണ അവൻ നോക്കുമ്പോൾ കൈപ്പത്തിയോളം മേഘം കണ്ടു എന്ന് ഏലിയ അവനോട് മറുപടി പറഞ്ഞു. 7वीं बार जब आप देख रहे थे, वो देखा थोड़ा सा मेघ, जैसा हाथ का समान छोटा सा एक मेघ को एलिया का दास देखा. അയ്യോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കൈപ്പത്തിയോളം മേഘം ഉള്ളോ എന്ന് പറഞ്ഞവൻ നിരാശപ്പെട്ടില്ല. देखिए बाइबल में हमको मालूम होता है एलिया वो देखे थोड़ा सा मेघ देखा, ज्यादा बड़ा कुछ नहीं देखा बोल के वो निराशा नहीं हुआ. ഏലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞു, നീ ആഹാബിനോട് പോയി പറ, മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം പൂട്ടി വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ओ एलिया उस समय का राजा को जाके बोलने के लिए बोला, जल्दी बारिश होने वाला है, इसलिए जल्दी अपना बाड़ी में चले जाओ. അടുത്ത വാക്യം പറയുന്നത്, മേഘം, ആകാശം മേഘം കൊണ്ട് കറുത്തു. ആമേൻ, വൻമഴ പെയ്തു. എപ്പോഴാ ഇത് പെയ്തത്? അവൻ വായി തുറന്ന് വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വൻമഴയ്ക്കായി ദൈവം പദ്ധതികൾ. इसके बाद ही हम लोग वचन में मालूम होता है, जब एलिया जो वचन विश्वास से आहाब को बोला, इसके बाद ही क्या हुआ? जल्दी बारिश हुआ. हालेलुया. असाधारण रीति से प्रभु का बारिश स्वर्ग को खोल के बारिश भूमि में आ गया. രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, വായ് കൊണ്ട് ഏറ്റു പറയണം. അപ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. देखिए हम प्रभु को स्वीकार करने का समय क्या है? हम प्रभु को हृदय से ग्रहण किया तो फिर क्या है? हमारा मुंह से स्वीकार करना है. യേശുവിന്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ ആമേൻ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഏത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പും അവരെ കൊണ്ട് കർത്താവ് ഏറ്റു പറയിപ്പിച്ചിട്ടുണ്ട്. അവർ പരസ്യമായി ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. प्रभु यीशु का हर एक चमत्कार को देखिए, हर परिस्थिति में प्रभु क्या किया? उन लोगों का मुंह से बोलने के लिए, स्वीकार करने के लिए प्रभु हर एक जन को उत्साहित किया. ഇന്നും ഈ പ്ലാറ്റ്ഫോമിൽ ഈ യോഗം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചിലരുടെ ശരീരങ്ങളിൽ, ചിലരുടെ സാമ്പത്തിക മേഖലകളിൽ, സഭാമണ്ഡലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യും. എല്ലാറ്റിന്റെ മീതെ യേശുവിന് അധികാരമുണ്ട്. आज रात प्रार्थना सभा खत्म होने का पहले कुछ विषय के लिए आप चिंता में है, व्याकुलता में है, और विषय का मध्य में आप देखेगा यीशु का अधिकार को देखेगा, सब कुछ उसका अधीन में है. हालेलुया. ആമേൻ. ദൈവസഭകൾക്ക് സമാധാനം. ओ प्रभु अपना कलीसिया को, अपने लोग को यीशु का नाम का शांति को प्रभु प्रदान देता है. ദൈവസഭകളിൽ ആത്മീയ വർധനവ്,
कलीसिया के ऊपर प्रभु आत्मिक रीति से प्रभु आगे बढ़ाना चाहता हूं। കർത്താവിനോടുള്ള ഭക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും സഭകൾ നടന്ന് യേശുവിന്റെ നാമത്തിൽ 2021 സഭകൾ പെരുകുന്ന വർഷമാക്കി ദൈവം തീർക്കാൻ ആഗ്രഹിക്കുന്നു. हम लोग प्रेरित से पढ़े थे, वैसा प्रभु बंगाल में करने के लिए जा रहे। हालेलुया। पवित्र आत्मा का अगुवाई में, प्रभु का भय में कलीसिया आगे बढ़ना शुरू हुआ। യഹൂദയിലും ഗലീലയിലും ശമര്യയിലും ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു മേഖലയിലേക്ക് സഭ കടന്നു വരുവാൻ, ആ സഭകളിൽ ഇങ്ങനെയുള്ള ഉണർവ് സംജാതമാകുവാനുണ്ടായ 4 കാരണങ്ങൾ ആമേൻ 9-ാം അധ്യായത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. हम लोग खास करके आज रात सीखने के लिए जा रहे। प्रेरित 9 का 31 में हम लोग पढ़ रहे थे, सीख रहे थे। कलीसिया आगे बढ़ना शुरू किया, उसके लिए 4 कारण खास करके यही अध्याय से हम सीख सकता है कैसे कलीसिया आगे बढ़ा। യെസ്, ഒന്നാമത്തെ കാരണം 9-ന്റെ 10-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു, 9:10. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവിനോട് എഴുന്നേറ്റ് നേർവീതി എന്ന തിരുവിളിച്ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം, പ്രാർത്ഥിക്കുന്നു. इधर ही हम लोग देखता है, अनन्यास बोल के एक जन को प्रभु का बुलाहट उनका जीवन में मिला और उसने जाके, उसको प्रभु यही अगुवाई दिया, जाके सॉल के लिए प्रार्थना करने के लिए, उसका प्रभु में खड़ा करने के लिए प्रभु अगुवाई दिया। ആമേൻ. ഒന്നാമത്തെ കാരണമാണ് ഞാൻ 10-ാം വാക്യത്തിൽ വായിച്ചത്. രണ്ടാമത്തെ കാരണം 15-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, കർത്താവിനോട് നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം ആകുന്നു. देखिए, सबसे प्रथम कारण में बोला, अनन्यास बोल के एक जन के पास प्रभु का दर्शन आया। दूसरा 15 आयत 9 का 15 में हम मालूम होता है, प्रभु का आत्मा इधर ही बोल रहे, तू चले जा, क्योंकि अन्य जातियों को और राजाओं को इस्राएलियों के बीच में मेरा वचन को घोषणा करने के लिए चुना हुआ एक बर्तन है। മൂന്നാമത്തെ കാരണം 20-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. इसका कूड़ी आयत में लिखा है, प्रभु यीशु क्रिस्ट है बोल के, यीशु का नाम में हर एक कलीसिया का अंदर ये नाम को घोषणा करना शुरू किया। നാലാമത്തെ കാരണം 27-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു, ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാർ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവിനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചതെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. इसका 27 में 4वीं कारण हमको मालूम होता है, 4वीं कारण मालूम होता है, बरनबास प्रेरित साधु बोल को साथ में लेके गया, उनका जीवन में जैसा बदलाव परिवर्तन हुआ है कलीसिया का सामने बता दिया। आमीन। हालेलुया, 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 हालेलुया। കരങ്ങൾ ഉയർത്തി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. सभी लोग हाथ उठा के प्रभु को धन्यवाद कीजिए। हालेलुया, 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 हालेलुया. ബംഗാളിലെ ദൈവസഭകൾക്ക് സമാധാനം, ബംഗാളിലെ ദൈവസഭകൾക്ക് ആത്മീയ വർധനവും അത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പെരുകേണ്ടതിന് 4 കാരണങ്ങൾ ആമേൻ ഞാൻ ഇന്ന് നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. आज रात जल्दी में आपके सामने बताना चाहता हूं, बंगाल का कलीसिया कैसे आगे बढ़ेगा, कलीसिया का ऊपर प्रभु का शांति कैसे प्रकट होगा, उसका 4 कारण जल्दी बोल के मैं आपके लिए प्रार्थना करेंगे। ഒന്നാമത്തെ കാരണം 10-ാം വാക്യത്തിൽ നാം വായിച്ചു, ആമേൻ, അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയും ദർശനവും കാണുന്ന ശിഷ്യന്മാർ സഭകളിൽ എഴുന്നേൽക്കട്ടെ. देखिए, इसका 10वीं आयत से हम लोग यही पढ़े थे, अनन्यास बोल के एक शिष्य, एक प्रभु का दास था, वो दर्शन को पाया। प्रार्थना में बैठने वाला, दर्शन को पाने वाले लोग कलीसिया से खड़ा होना है। യേശു കർത്താവ് പിതാവിൽ നിന്ന് ഉള്ള ഒരു വാഗ്ദത്തം ശിഷ്യന്മാർക്ക് നൽകുകയുണ്ടായി.
यीशु प्रभु से पाया हुआ अपना वाणी को अपने चेलों के सामने दे दिया। അതവർ യെരൂശലേമിൽ കാത്തിരുന്ന് പ്രാപിച്ചു. मतलब हम लोग प्रेरित प्रथम अध्याय से दूसरा अध्याय से मालूम होता है उन लोग यरूशलेम में अपेक्षा करके पवित्र आत्मा की शक्ति को पाया। സഭ ശക്തിയോടെ സ്ഥാപിക്കപ്പെട്ടു. कलीसिया शक्ति से स्थापित हुआ। 3000-7000 സഭ വളർന്നു. मतलब 3000-7000 करके कलीसिया आगे बढ़ना शुरू किया। നിങ്ങളൊന്ന് ഭാവന കണ്ടാൽ മതി. 3000-7000 പേരുള്ള സഭയിൽ എത്ര പോലീസ് ഓഫീസേഴ്സ് കാണും, എത്ര പട്ടാളക്കാരുണ്ടാവും, എത്ര ഗവൺമെന്റ് ജോലിക്കാർ കാണും, ടീച്ചേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും. അത് നല്ലൊരു ബലമുള്ള സഭയാണ്. आप थोड़ा भावना कीजिए, 3000-7000 लोग एक कलीसिया के अंदर है। उधर ही कितना मतलब पुलिस ऑफिसर हो सकता है, कितना ऊंचा ऊंचा पोजीशन का लोग हो सकता है। അവിടെ ഭയങ്കര കൃപാവരങ്ങൾ വെളിപ്പെട്ടു. मतलब वो कलीसिया के अंदर पवित्र आत्मा का हर एक वरदान शक्ति से प्रबल हुआ। അന്യഭാഷയ്ക്കൊക്കെ വ്യാഖ്യാനം ഉണ്ടായിരുന്നു. मतलब केवल अन्य भाषा में प्रभु से बात किया नहीं, उसको तर्जमन करने के लिए लोग उसमें था। ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ എൽദോസ് പാസ്റ്റർ ഹിന്ദി ട്രാൻസ്ലേഷൻ ഒന്നും വേണ്ട. ഞാൻ മലയാളത്തിൽ പറയുമ്പോഴേ ഒരിക്കലും മലയാളം കേൾക്കാത്ത നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക. मतलब अभी मैं जो बोल रहे पास्टर ट्रांसलेशन कर रहे, तो फिर इधर ही ऐसा है, ट्रांसलेशन का जरूरत नहीं था, जो बोल रहे वैसा ही उन लोग समझना शुरू किया। ഈ സഭയിൽ വ്യാപരിച്ച ദൈവശക്തി എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 5 വരുമ്പോൾ പാസ്റ്റർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നിഴല് തട്ടുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കുക. प्रेरित 5 अध्याय में हमको मालूम होता है, मतलब उधर का कलीसिया का अपोस्तल लोग मतलब कलीसिया का अंदर नहीं, केवल रास्ता में चलने का समय उसका छाया में बीमारी चंगा हो गया। ആളിന് കുറവില്ല. मतलब देखिए आदमी कम नहीं था, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും കുറവില്ല. मतलब अपोस्तल लोग के लिए, भविष्यवक्ता लोग के लिए कमजोरी नहीं था प्रथम कलीसिया में। പ്രസംഗകർക്ക് ഒരു കുറവുമില്ല. प्रचार करने वाले लोग कमी नहीं था। ഹീലിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീലിംഗ് ലെവലാണ്. चंगाई के बारे में बोलेगा तो असाधारण रीति से चंगाई कलीसिया में प्रकट हुआ। പക്ഷെ ഒരു പ്രതികൂലം വന്നപ്പോ, तो फिर जब एक समस्या आया, सतावत आया, സഭ ചെതറി. मतलब कलीसिया छिन्न भिन्न हो गया, अलग अलग जगह में चले गए। ആദ്യത്തെ രക്തസാക്ഷി സഭയിൽ നിന്നുണ്ടായി സ്തെഫാനോസ്. हम लोग मालूम होता है सबसे प्रथम कलीसिया का अंदर से एक जन अपना जीवन प्रभु के लिए दिया, उनका नाम है स्टीफन। അത്രയും ശക്തിയോടെ നിന്ന ദൈവസഭയെ ചെതറിപ്പാൻ ഒരു കാരണക്കാരൻ ഈ പൗലോസ് ശൗലാണ്. मतलब इतना शक्तिशाली कलीसिया को मतलब सतावत किया व्यक्ति कौन है? सॉल, जो साधु बोल, इसके बाद ही वो साधु बोल हो गया। അവന് പിശാച് ഏൽപ്പിച്ച ഒരു ദൗത്യം യെരൂശലേമിൽ ഏതാണ്ട് അവൻ വിജയിപ്പിച്ചു. शैतान उनका ऊपर दे दिया एक काम, वही था, वही यरूशलेम में वो पूरा किया। മനസ്സിൽ കരുതി, वो अपने मन में सोच लीजिए, 7000 പേരുള്ള ഇത്രയും അപ്പോസ്തലന്മാരുള്ള ഇത്രയും ഹീലിംഗ് ലെവലുള്ള ഈ സഭയെ ചെതറിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ തുലോം ചുരുക്കം ആളുള്ള ഡെമസ്കോസിലെ സഭയുടെ ഇടപാടും ഞാൻ തീർത്തു കൊടുക്കും. उन्होंने यही सोच लीजिए, बोलने से लगभग 7000 लोग हैं, एक कलीसिया को तोड़ने के लिए, उसको सतावत करने के लिए, काफी लोग को मार डालने के लिए साधु बोल को मतलब शक्ति था। वो सोच लिया दमस्कस में जितना भी कलीसिया है सारे कलीसिया को मैं खत्म करेगा। ഈ ഒരു അഹങ്കാരത്തോടും ഈ ഒരു പ്രൗഢിയോടും അധികാരത്തോടും കൂടിയാ കുതിരപ്പുറത്ത് ബാല്യക്കാരുമായിട്ട് ശൗലി ചെല്ലുന്നത് ഡെമസ്കോസിലേക്ക്. हम लोग बाइबल पढ़ने के समय हमको मालूम होगा, उसका 8-9 अध्याय में मालूम होगा, वही गमन से साधु बोल दमस्कस में जा रहे, जो प्रभु को विश्वास किया लोगों को सतावत करेगा, उन लोगों को मार डालेगा। പക്ഷെ വലിയ സഭയായിരുന്നിട്ടും ഹീലിംഗ് ലെവൽ ഭയങ്കരമായി ഉണ്ടായിരുന്നിട്ടും വലിയ പാസ്റ്റർമാരുണ്ടായിരുന്നിട്ടും അവൻ ജെറുസലേമിലെ സഭയ്ക്കില്ലാതിരുന്ന ഒരു പ്രത്യേകത ദമസ്കോസിലെ സഭയ്ക്കുണ്ടായിരുന്നു. ആ സഭയുടെ അവൻ അതിർത്തിയിൽ ഇവൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന അനന്യാസ് ഉണ്ടായിരുന്നുകൊണ്ട് ഇലക്ട്രിഫൈഡ് കമ്പിവേലി പോലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരുന്നു.
देखिए ये दमस्कुस का एक सविशेषता यही है, उधर ये दर्शन को पाया हुआ कुछ लोग प्रार्थना करने वाले शक्तिशाली अनन्यास का समान प्रार्थना करने वाले लोग दमस्कुस में था। इसलिए क्या है, वो देश का ऊपर प्रभु का सामर्थ, प्रभु का सुरक्षा वो देश का ऊपर प्रकट था। സഭയിൽ ആളില്ലയോ പേടിക്കണ്ട. कलिसिया में कोई भी नहीं है, डरना नहीं। ആമേൻ. സഭയിൽ വലിയ പ്രൗഢിയുള്ളവരില്ലയോ പേടിക്കണ്ട. बड़ा शक्तिशाली लोग कलिसिया में नहीं है, डरना नहीं। അടുത്തൊന്നും കൃപാവരങ്ങൾ ജ്വലിച്ചിട്ടില്ലയോ പേടിക്കണ്ട. मतलब पवित्र आत्मा का वरदान को देखा नहीं है, डरना नहीं। എന്നാൽ പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ ഒരു പിശാചിനും നിന്നെയും നിനക്കുള്ളതിനെയും തൊടാൻ കഴിയാതെ ഇലക്ട്രിഫൈഡ് കമ്പിവേലി പോലെ ദൈവത്തിന്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും ചുറ്റും ദൈവം ഉയർത്തും. आमेन। कलिसिया का अंदर प्रार्थना करने वाला अनन्या से प्रार्थना करने वाला लोग है। हालेलुया। प्रभु अपना जीवन को, अपना देश को सुरक्षा करेगा। आमेन। ഹല്ലേലൂയ. हालेलुया। ഈ ഭാഗം പ്രസംഗിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് എനിക്ക് ഇങ്ങനെ എന്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. जब ये वचन को जब मैं प्रचार करता हूँ, मेरे मन में यही याद होता हूँ। യു എസിലെ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കൺവെൻഷന് വേണ്ടി ചെല്ലുമ്പോ अमेरिका में फ्लोरिडा बोल के एक जगह में जब कन्वेंशन के लिए उधर ही गए थे। അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിൽ പാർക്കുന്ന ഇടങ്ങളിൽ വീടിന് മതിലുണ്ട്, ചില സ്ഥലത്ത് മതിലൊന്നുമില്ല, ഇങ്ങനെ എല്ലാം തുറന്നു കിടക്കുക. അവരുടെ മുറ്റത്ത് അല്ലെങ്കിൽ അവരുടെ ആ ചുറ്റുപാടുള്ള പുല്ല് വെട്ടുന്ന രീതി അനുസരിച്ച് അതിന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. कुछ जगह में अमेरिका का कुछ जगह में मतलब बाउंड्री नहीं है, बोलना से सीमा पूरा दीवार नहीं बनाया है, बाउंड्री वाल नहीं बनाया है। और कुछ जगह में हमको मालूम होगा जैसा उन लोग अपना खेर रखा है वो ही देख के हमको मालूम होगा एक एक घर का परिस्थिति है, सीमा है। വീടുകൾക്ക് തമ്മിലിടയിൽ മതിലില്ല. मतलब एक घर से दूसरा घर का मध्य में दीवार नहीं है। ഞാൻ ആ ഒരു പ്രഭാതത്തിൽ ഞാൻ പാർക്കുന്ന വീടിന് വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ जब मैं फ्लोरिडा में था उधर ही वो घर से बाहर में निकले थे, അടുത്ത വീട്ടിൽ നിന്ന് जो सामने जो बाड़ी सामने जो घर से ഒരു പട്ടി എന്നാണ് നായ എന്നാണ് അവിടെ പറയുന്നത്, ഭയങ്കര അമേരിക്കയിലെ പട്ടിയല്ലേ, നല്ല വലുപ്പമുള്ള ഒരു പട്ടി എന്റെ നേരെ കുരച്ചുകൊണ്ട് ഓടി വന്നു. एक कुत्ता मतलब वो दौड़ के पास आया। അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടിയാ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല, അത്ര സ്പീഡിലെ പട്ടി എന്റെ നേരെ കുരച്ചുകൊണ്ട് വരുന്നത്. मतलब कुत्ता इतना जोर से भाग के पास आया, वो अपना जो घर में रहता था उसमें पहुंचने के लिए भी समय नहीं है। അതിന്റെ കഴുത്തിൽ തൊടലൊന്നുമില്ല, സ്വതന്ത്രനായിട്ട് ആ പട്ടി ഓടി വരുന്നത്. मतलब उसको ठीक से बांधने का कुछ भी नहीं है, ऐसा ही कुत्ता बहुत भाग के पीछे आया। പക്ഷെ ഇത് ഞാൻ താമസിക്കുന്ന വീടിന്റെ കോമ്പൗണ്ടിന്റെ ഭാഗത്തോട്ട് എത്തും തോറും ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ഇങ്ങനെ വന്ന ബോർഡറിൽ അവിടെ വന്നിട്ട് പട്ടി അവിടെ നിന്നിട്ട് പുറകോട്ട്. मतलब पास का सामने जब कुत्ता आया, मतलब कुत्ता को कोई पीछे से खींच रहे, वैसा कुत्ता एक एक करके रुके उनका सामने तक पहुंच नहीं पाया। ഞാൻ വിചാരിച്ചു വലിയൊരു അത്ഭുതം ചെയ്ത് ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി ആ പട്ടിയെ തിരിച്ചു വിട്ടാന്നൊക്കെ ഞാൻ വിചാരിച്ചു. पास सोच लिया शायद स्वर्गदूत उतर के ये कुत्ता को मतलब खींच के उसको निकाल दिया, ऐसे पास सोच लीजिए। ഞാനവിടെ പിന്നെ നിന്നിട്ടും പട്ടി ഇങ്ങോട്ട് വരുന്നില്ല, പട്ടി പിന്നെ ഒരു ബോർഡറിൽ വരും പിന്നെ തിരിച്ചു പോകും. तो पास्टर देख रहे कुत्ता थोड़ा बहुत पास्टर का सामने आ गया तो फिर उसका एकदम नजर में आ नहीं सकता है और फिर से वापस जाता, ऐसा खड़ा हो गया। എന്നിൽ ഇത് ഭയങ്കര ഉത്കണ്ഠ ഉണ്ടാക്കി. पास्टर बहुत उसका बारे में चिंता किया। ഞാൻ ആ വീട്ടിലേക്ക് എന്റെ താമസിക്കുന്ന വീട്ടിൽ തിരിച്ചു ചെന്നിട്ട് വീട്ടുകാരോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. जो घर में रहते थे वो घर वालों को ये बात को बताया। ഞാൻ വിചാരിച്ചൊരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ കർത്താവ് ചെയ്തതാണ്, കേരളത്തിലും പോയി സാക്ഷിയൊക്കെ പറയാന്നൊക്കെ ഞാൻ വിചാരിച്ചു. मैंने सोचा प्रभु बहुत बड़ा एक चमत्कार को किया, एक कुत्ता से मेरे को बचा दिया, मैं सभी का सामने गवाही बताएंगे, ऐसा मैं सोच लिया। അപ്പോഴാണ് ആ വീട്ടുകാരനോട് പറയുന്നത്, वो घर का लोग मेरे को यही बताया, ആ വീടിന്റെ ബോർഡർ അതിരിൽ കൂടെ അടിയിൽ കൂടെ ഒരു ഇലക്ട്രിഫൈഡ് കമ്പി പോകുന്നുണ്ട്. वो घर से नीचे से एक मतलब क्या बिजली का एक लोहा जा रहा है। പട്ടിയുടെ കഴുത്തിൽ ഒരു ലോക റിംഗ് ഉണ്ട്, ഒരു അയൺ റിംഗ് മറ്റുണ്ട്.
कुत्ता का गला में एक लोहा का रिंग रकम है. അതുകൊണ്ട് ഈ ബോർഡറിലേക്ക് വരുമ്പോ ഇതൊരു കാന്തം പോലെ ഒരു മാഗ്നറ്റ് ആണ്, ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കും പട്ടിക്ക്. അതാ ഈ പട്ടി തിരിച്ചു പോയത്. जब कुत्ता ये दीवार नहीं है तो फिर उधर ही एक इलेक्ट्रिफाइड बोलने से करंट में एक दीवार जैसा दिया है. जब कुत्ता उसका सामने आ जाता है वो करंट का शक्ति से वो कुत्ता बाहर आ नहीं सकेगा. അപ്പൊ അടുത്ത് വരുന്നവർ അതിനിങ്ങനെ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കും. അതാ ഇങ്ങനെ പുറകോട്ട് പോകുന്നത്. जितना वो बॉडी का दीवार का सामने आता है उतना उसका शरीर में शॉक, इलेक्ट्रिक शॉक अनुभव करेगा, वो पीछे पीछे चला जाता है. അത് പറഞ്ഞു നന്നായി. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം സഭയിൽ പോയി പറഞ്ഞാൽ ഇങ്ങനെ പട്ടി എന്നെ കടിക്കാൻ വന്നപ്പോ ദൂതം തിരിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഡ്ഢിയായി പോയേനെ. मैंने सोच लिया प्रभु का स्वर्गदूत आके मतलब कुत्ता को पीछे हटा दिया, तो फिर वास्तविक रीति से वो नहीं था, उधर ही जैसा सिस्टम उधर ही था, उसका द्वारा ही कुत्ता पीछे चले गए. പക്ഷെ ഡെമസ്കോസിൽ എന്താ സംഭവിച്ചത്? എനിക്കൊരു വലിയൊരു മനസ്സിന്റെ അകത്ത് ഇങ്ങനെ എപ്പോഴും ഉണ്ട്. तो फिर याद कीजिए दमस्कस में खास करके 9 अध्याय में खास करके क्या हुआ है. സഭ ചെറുതാണ്, कलीसिया बहुत छोटा है, അറിയപ്പെടുന്ന ആളുകളൊന്നും അവിടെ ഇല്ല. ज्यादा बड़ा लोग नेता लोग बेसी उधर ही नहीं है. പക്ഷെ പ്രാർത്ഥിക്കുന്ന അനന്യാസ് അവിടെ ഉണ്ട്. तो फिर से सच्चाई हम लोग भूलना नहीं, प्रार्थना करने वाला अनन्यास कलीसिया का अंदर है. നമ്മുടെ വീടിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജില്ലയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരനന്യാസ് ഉണ്ടെങ്കിൽ നശിപ്പിക്കാൻ വരുന്ന ശക്തികൾ അകത്ത് കയറാതെ സ്വർഗത്തിലെ ദൈവം അതിൽ തന്നെ തടയും. हमारा कलीसिया में देखिए, पारिवारिक जीवन में देखिए, व्यक्तिगत जीवन में देखिए, प्रार्थना करने वाला एक व्यक्ति है. सैतान जो कुछ अपना जीवन को नष्ट करने के लिए, खत्म करने के लिए योजना किया, प्रार्थना करने वाला व्यक्ति जब खड़ा होगा हर एक परिस्थिति से प्रभु हमको बचाएगा. സമയം മുന്നോട്ട് പോകുന്ന അറിയാതെ, ശാരീരിക ക്ഷീണം മനസ്സിലാവാതെ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചിലരെ കാണുന്നു, പ്രാർത്ഥനയുടെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം അവരിലേക്ക് ഇപ്പോൾ പകരുകയാണ്. आज रात ये परिस्थिति को छोड़कर, मतलब बुद्धि से सोच के नहीं, सब कुछ भूलकर हालेलुया प्रभु का उपस्थिति में प्रार्थना करने के लिए कुछ लोग को मैं देखता हूं. प्रभु का पवित्र आत्मा का अभिषेक, प्रार्थना का अभिषेक से प्रभु आज रात अपना जीवन को भरना चाहता हूं. അങ്ങനെയുള്ള ചിലരെ ഇന്ന് രാത്രി കർത്താവ് നിയമിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ऐसा कुछ लोग पवित्र आत्मा आज रात अगुवाई में आज अलग करना चाहता हूं. ഗെത്സമനയിൽ യേശു 3 പേരെയാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത്. हम लोग देखिए गेत्सेमना बोल के जगह में यीशु बाबा 3 लोग को प्रार्थना के लिए लेके गया. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. उधर ही हम लोग को मालूम होता है पीटर था, याकूब था और जोहन था. 3 പേരോട് യേശു പറഞ്ഞു ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. तीनों चैनलों को यीशु बाबा बोला इधर ही उठ के प्रार्थना करो. യേശു ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ यीशु जब मध्य में आके देखा 3 പേരും ഉറങ്ങുന്നത് കണ്ടു. यीशु बाबा देखा तीनों सो रहे. പക്ഷെ 3 പേരെ യേശു വഴക്ക് പറഞ്ഞില്ല. तो फिर तीनों को यीशु बाबा डांटा नहीं. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് പറഞ്ഞു അല്പനേരം നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. देखिए तीनों सो रहा है तो भी उसका मध्य में पीटर को बुला के यीशु बाबा उसको डांट के बताया क्या अभी भी अपने उठ के प्रार्थना करने के लिए तैयार नहीं है. അങ്ങനെയല്ല പത്രോസുമാരെ ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ട്. आज रात ऐसा कुछ पीटर को समान कुछ लोग आज रात में इधर ही देखता हूं. ചില അനന്യാസുമാരെ ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്. अनन्यास का समान कुछ लोग को आज रात में पवित्र आत्मा में देखता हूं. പ്രാർത്ഥനയുടെ ശക്തി എന്താന്ന് പിന്നീട് പത്രോസിനെ യേശു അപ്പോസ്തല പ്രവൃത്തി 12 വെളിപ്പെടുത്തി കൊടുത്തു. देखिए पीटर का जीवन में हम देखेगा तो मालूम होगा बाद में वो पहचान लिया प्रार्थना का शक्ति क्या था. യാക്കോബ് വാളുകൊണ്ട് കൊന്ന രാത്രിയിൽ, मतलब जो रात में याकूब को खत्म किए थे, നമ്മുടെ ഇടത്തും വലത്തും 1000ഉം 10000 പേര് വീഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ देखिए हमारा चारों तरफ काफी लोग मृत्यु से दुनिया से निकल जा रहे वही परिस्थिति में പലതും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ
काफी बात बंद हो रहे, खत्म हो रहे, वही परिस्थिति में പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് തെളിയിക്കുവാൻ പലതും അടയുമ്പോൾ നിന്റെ മുമ്പിൽ വാതിലുകൾ ദൈവം തുറക്കാൻ ആരംഭിക്കും. देखिए प्रार्थना का शक्ति कैसे प्रबल होगा जब सब कुछ बंद होता है, जब सब कुछ खत्म होता है, प्रार्थना करने वाला व्यक्ति का सामने सब कुछ खोल हो जाएगा. आमीन. വിശ്വസിക്കാൻ പത്രോസേ, ഒരു വാതിലല്ല നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. ആമേൻ. പല വാതിലുകൾ, വിശാലമായ വാതിലുകൾ, പട്ടണങ്ങളിലേക്കുള്ള വാതിലുകൾ, രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ, ജാതികളിലേക്കുള്ള വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. वो विश्वास करने के लिए तैयार है, केवल एक दरवाजा नहीं, विश्वास किया. पीटर के सामने काफी बड़ा बड़ा दरवाजा उनका सामने खोल गया. हमें शहर के लिए दरवाजा, जीवन के लिए दरवाजा, भविष्य के लिए दरवाजा, हर तरीका का दरवाजा खोल गया. आमीन. ആത്മാവിൽ ഞാൻ പ്രവചിച്ചിട്ട് പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു വാതിലല്ല, രണ്ട് വാതിലല്ല, പല വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം തുറക്കുകയാ. आज रात पवित्र आत्मा में मैं भविष्यवाणी करना चाहता हूँ, केवल एक दरवाजा नहीं, दो दरवाजा नहीं, प्रार्थना करने के लिए तैयार है. असाधारण विधि से अपने लिए, अपने भविष्य के लिए दरवाजा खोलने के लिए प्रभु आज रात भी सर्वशक्तिमान है. ഹല്ലേലൂയ. അന്ന് ആ രാത്രിയിൽ വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, പ്രത്യേകത ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി, ഏഞ്ചലിക് മിനിസ്ട്രി വെളിപ്പെട്ടു. ഇന്ന് രാത്രി ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ പ്രാർത്ഥനയിൽ വാതിലുകൾ തുറക്കുന്നു എന്ന് മാത്രമല്ല, ബംഗാളിൽ ഉടനീളം ജില്ലകളിൽ, പട്ടണങ്ങളിൽ വ്യക്തികൾ ഇറങ്ങുന്നത് പോലെ ഏഞ്ചലിക് വിസിറ്റേഷൻ, ഏഞ്ചലിക് മിനിസ്ട്രി ദൈവം വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ വരുന്നു. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. आज रात में पवित्र आत्मा में यही घोषणा करता हूँ, केवल आपका सामने दरवाजा खोलेगा नहीं. प्रेरित 12 अध्याय में हम लोग देखता है, स्वर्ग दूत उतर के हालेलुया उनके लिए रास्ता को खोला. वैसा बंगाल का हर एक डिस्ट्रिक्ट का ऊपर, हर एक देश का जैसा मनुष्य उतर के जो चलता है, उससे बढ़कर आप जैसा पहचान सकेगा, वैसा स्वर्ग का दूत उतर के असाधारण विधि से प्रभु का महिमा सामर्थ देश में प्रकट करेगा. आमीन. രാജാവ് കൊട്ടിയടച്ച, രാജാവ് പൂട്ടിയ കാരാഗ്രഹം, രാജാവ് അടച്ച ആമേൻ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ രാജാവ് അടച്ചാലും, ഗവൺമെന്റ് അടച്ചാലും, കോവിഡ് അടച്ചാലും, ഏത് പിശാചടച്ചാലും, പ്രാർത്ഥിക്കുന്ന അനന്യാസ്മാർ എഴുന്നേറ്റ് വരട്ടെ. സ്വർഗം വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. ओ शायद इधर ही देखिए, राजा रास्ता को बंद किया, राजा दरवाजा को बंद किया. आज शायद कोविड का कारण से कुछ रास्ता अपना सामने बंद हुआ है. जैसा भी समस्या का द्वारा हो, जैसा भी नेता का द्वारा हो, प्रार्थना करने के लिए तैयार है. स्वर्ग का प्रभु आज रास्ता को खोलने के लिए तैयार है. आमीन. ആമേൻ. സക്കറിയാവിന്റെ പ്രവചനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നു. सकरिया का भविष्यवाणी पुस्तक 2 अध्याय इसका 4 और 5 आयत में लिखा है, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം ജെറുസലേം മതിലില്ലാതെ തുറന്നു കിടക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ അതിന് തീ മതിലായിരിക്കും. आमीन. उधरी वचन में ऐसा लिखा है, जेरूशलेम का चारों पास प्रभु इतना प्रॉस्पेरिटी, प्रभु इतना उन लोगों को आशीष किया, उसको दीवार नहीं था. और प्रभु बोल रहे, मैं जेरूशलेम का चारों पास से मैं आगून से दीवार करेगा. आमीन. രാത്രിയിൽ ആ തീമതിൽ ബംഗാളിലെ സഭകളുടെ മേൽ ഉയരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആത്മാവാകുന്ന തീ റോഖശലമാന. आज रात में आत्मा में देखता हो, वैसा आगून का दीवार बंगाल का ऊपर प्रभु खड़ा कर रहे. मैं आत्मा में देखता हूँ. ആമേൻ. വീടുകളുടെ അകത്ത്, മുറികളുടെ അകത്ത് പ്രാർത്ഥിക്കുന്ന അനന്യാസ്മാരുള്ളതിനാൽ ഇന്ന് രാത്രിയിൽ തീജ്വാലകൾ, ആമേൻ, ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ദർശിക്കുകയാണ്. ओ प्रार्थना करने वाला अनन्यास जब खड़ा होगा, परिवार का ऊपर आगून का दीवाल, व्यक्ति जीवन का ऊपर हालेलुया आगून का दीवाल को आज रात में देखता हो.
ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എന്ന് വചനം പറയുന്നു. ഈ രാത്രി നിങ്ങളായിരിക്കുന്ന വീടുകളിൽ, നിങ്ങളായിരിക്കുന്ന അതേ സ്ഥലത്ത്, നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയുടെ മേൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളെ അവ ദഹിപ്പിക്കുന്ന തീജ്വാല ഈ രാത്രി സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ചിലരെ തൊട്ട് അവരെ വിടുവിക്കുകയാണ്. ओ आज रात जैसा प्रेरित दूसरा अध्याय में हम लोग देखता है 120 लोग का ऊपर पवित्र आत्मा का सामर उतरा, वैसा अपना बॉडी का अंदर जो परिस्थिति में, जो बंधन में, जो मुसीबत में अपना जीवन है, वही परिस्थिति में पवित्र आत्मा का सामर्थ एक आगुन का समान उतर के अपना जीवन को आज रात स्पर्श कर रहे हैं. ആമേൻ. അനന്യാസിനെ പോലെ പ്രാർത്ഥിക്കുന്നവർ, അനന്യാസിനെ പോലെ ദർശനം കാണുന്നവർ ദമസ്കോസിലെ സഭയിലുണ്ടായിരുന്നു. देखिए हम लोग यही सीख रहे थे, दमस्कोस का कलीसिया का सविशेषता यही था, अनन्यास का समान दर्शन को देखने वाला, प्रार्थना करने वाला लोग वो कलीसिया में था. ആമേൻ. അനന്യാസിന്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം ചെന്ന് പറഞ്ഞു, ആമേൻ, നേർവീതിയിലേക്ക് നീ ചെല്ലുക, അവിടെ ഒരു മനുഷ്യന്റെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുക. प्रार्थना करने वाला अनन्यास को प्रभु दर्शन में उसको बताया, आप जाके मतलब शाऊल बोल के एक जन को देखेगा, उसको हाथ रख के उसके लिए प्रार्थना करना. എത്ര കൃത്യതയോടെ അവന് അഡ്രസ് ലഭിക്കുന്നത്. നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ നീ ചെല്ലുക, അവിടെ ശൗൽ എന്നൊരുവൻ പ്രാർത്ഥിക്കുന്നു, നീ പോയി കൈവച്ചാലേ അവന്റെ കണ്ണിന്റെ അന്ധത മാറൂ എന്ന് അവനോട് ദൈവാത്മാ ഇടപെട്ടിരിക്കുകയാണ്. देखिए जब पवित्र आत्मा अनन्यास को बताया, रास्ता कुछ भी गलत नहीं हुआ, सही रीति से सारे डिटेल्स ठीक से पता उसको दे दिया. जूदा का बाड़ी में वही रास्ता में उधर ही उसको मिलेगा. किसको मिलेगा? शाऊल को मिलेगा. पूरा डिटेल प्रभु बता दिया. ഇതിനകത്തുനിന്നൊരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. आज रात पवित्र आत्मा में एक बात आपसे बताना चाहता हूँ. ഇവർ രണ്ടുപേരും ദൈവത്താൽ സ്പർശിക്കപ്പെട്ടവരാണ്. देखिए ये दोनों लोग प्रभु का आत्मा से स्पर्शन पाया हुआ लोग है. ഇവർ രണ്ടുപേർക്കും ദൈവത്തിന്റെ സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടായവരാണ്. ये दोनों व्यक्ति का जीवन में पवित्र आत्मा का साथ मुलाकात हुआ है. ഇതുപോലെ ബംഗാളിൽ ദൈവിക എൻകൗണ്ടർ ഉള്ള സഭകളും, ऐसा बंगाल में पवित्र आत्मा का साथ मुलाकात हुआ कलीसिया, ലോകവ്യാപകമായി ദൈവാത്മാവുമായി എൻകൗണ്ടർ ഉണ്ടായ സഭകളും തമ്മിൽ ഒരു കൂട്ടിമുട്ടൽ 2021 സംഭവിക്കും. 121 में ऐसा पवित्र आत्मा करेगा जब दुनिया का अलग अलग कोना में पवित्र आत्मा इस्तेमाल कर रहे हैं. ऐसा कलीसिया का साथ बंगाल का कलीसिया को पवित्र आत्मा खड़ा करेगा. आमीन. ഈ 3 days മീറ്റിംഗിൽ ദൈവദാസനോട് എൽദോസ് മാത്യു പാസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നു, ചില അന്തർദേശീയ ബന്ധങ്ങൾ, അത് സഭയുടെ വലിപ്പം കൂടിയത് കൊണ്ടല്ല, എൻകൗണ്ടർ ഉള്ള വിശുദ്ധന്മാരുമായി, എൻകൗണ്ടർ ഉള്ള പ്രവാചകന്മാരുമായി, യേശുമായി ഡയറക്റ്റ് കൂട്ടിമുട്ടിയ അപ്പോസ്തലന്മാരുമായി ബംഗാളിലെ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ഈ വർഷം ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകാൻ പോവുകയാണ്. पवित्र आत्मा में बोलना चाहता हूँ, बंगाल का कलीसिया का बड़ा है छोटा देखे नहीं. ये पवित्र आत्मा का समय है जो पवित्र आत्मा में चलने वाला अपोस्तल लोग का साथ, भविष्यवक्ता के लोग का साथ पवित्र आत्मा यही साल में कलीसिया को कनेक्ट करेगा. നിങ്ങളുടെ ഫോൺ നമ്പറുകൾ, നിങ്ങളുടെ അഡ്രസ്സ്, ഒരു പടിയും കൂടെ മുന്നോട്ട് ഞാൻ പോവുക, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് പോലും ദർശനത്തിൽ ആമേൻ കൈമാറപ്പെടുന്ന ദൈവിക എൻകൗണ്ടറുകൾക്കായി ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ ചില സ്വർഗത്തിലെ ദൈവം തൊടുന്നു. വിശ്വസിക്കുന്നവരാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. आज रात में पवित्र आत्मा में बोलना चाहता हूँ, अपना एड्रेस, अपना मोबाइल नंबर, अपना बैंक डिटेल्स पवित्र आत्मा में कुछ लोग को प्रभु दर्शन का द्वारा देगा. वैसा पवित्र आत्मा असाधारण रीति से कलीसिया अंतर्देशीय रीति से खनन करेगा. आमीन. ദൈവദാസനെ ഇന്ന് രാത്രിയിൽ ആ എൻകൗണ്ടറുകൾ വിശ്വസിക്കുന്ന ചിലരിൽ ദൈവം പകരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ നിങ്ങളുടെ വീട്ടിലെ ഡിവൈസ് ഒക്കെ ഓഫ് ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ ദൂതന്മാരുടെ പാട്ട്, ആമേ, ചില സംഗീത ഉപകരണങ്ങളുടെ പാട്ട്, ഇതുപോലുള്ള ചില പ്രത്യേക എൻകൗണ്ടറുകൾ, സ്വർഗീയ സാന്നിധ്യം, സ്വർഗീയ മാലാഹമാരുടെ സാന്നിധ്യം, ദൂതന്മാരുടെ സാന്നിധ്യം ചില വീടുകളിൽ ഇറങ്ങുന്നു. ചെസ്റ്റുമായി ബന്ധപ്പെട്ടത്, ഹാർട്ടുമായി ബന്ധപ്പെട്ടത്, രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ സർജറി
വേദനയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ചിലതിന്റെ മേൽ ഇപ്പോൾ ദൈവിക സ്പർശനം ഉണ്ടാകും. आज रात पवित्र आत्मा में मैं घोषणा कर रहा हूं, कुछ परिवार में पवित्र आत्मा से असाधारण रीति से प्रभु का स्पर्शन, कुछ लोग का जीवन में पवित्र आत्मा आज रात स्पर्श कर रहे। कुछ हॉस्पिटल का बोलने से, खास करके बोलने से यही है, सर्जरी के लिए डॉक्टर बोल दिया है, शरीर का कुछ समस्या है, हालेलुया, हड्डी का कुछ समस्या है। आज रात जब वचन बोलने का समय स्वर्ग का दूध उतर के अपना बाड़ी का अंदर पवित्र आत्मा आज रात आपको स्वतंत्र कर रहे। ഹല്ലേലൂയ. യേശു ജനിച്ച രാത്രിയിൽ ആട്ടിടയന്മാർ ആടുകളെ കാത്തു വെളിയിൽ പാർത്തു, സ്വർഗീയ ദൂതന്മാർ പാട്ടുപാടി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആമേൻ. ഇതാ ഒരു സന്തോഷവാർത്ത. ഇതുപോലെ തന്നെ മുറികൾക്കകത്ത് ഇപ്പോൾ ഈ ഒരു എൻകൗണ്ടർ നടക്കാൻ പോവുകയാണ്. മഹത്വം ഇറങ്ങി വരുന്നു. എസ്പെഷ്യലി നിങ്ങൾക്കൊരു അടയാളം പോലെ. ആമേൻ. അവിടെ മ്യൂസിഷ്യൻസ് ഇല്ല, അവിടെ കീബോർഡ് ഇല്ല, അവിടെ ഗിറ്റാർ ഇല്ല. സ്വർഗീയ ദൂതന്മാർ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് സഭയിൽ നിനക്കൊണ്ടായ ആത്മീയ അനുഭവങ്ങളെക്കാൾ ഉന്നതമേറിയ അനുഭവങ്ങൾക്കാൾ പാട്ടുപാടുന്ന ദൂതന്മാർ ചില വീടുകളുടെ അകത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാനത് കാണുന്നു, ഞാനത് കേൾക്കുന്നു. आज रात में अनुभव करता हूँ, पवित्र आत्मा में देखता हूँ जैसा प्रभु यीशु पैदा हुआ, स्वर्ग दूत अलग अलग जगह से मेस्पाले लोग को अलग किया, उन लोग गाना गाया, वैसा आज रात पवित्र आत्मा में मैं देखता हूँ स्वर्ग दूत उतर के बाड़ी का अंदर प्रभु का शांति से, प्रभु का शक्ति से कुछ लोग को आज रात पवित्र आत्मा स्पर्श कर रहा हूँ। ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ട് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ തൊണ്ടയുടെ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിദ്യാഭ്യാസപരമായ മേഖലകളിൽ പൂട്ടപ്പെട്ടതിനെ ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. यीशु का पवित्र नाम से आज रात सारे जीव का बंधन निकल जाओ। यीशु का नाम से पढ़ाई में आगे बढ़ने के लिए रुकावट देता है, हर एक रुकावट आज रात पवित्र आत्मा में मैं कैंसल करता हूँ। ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അനന്യാസുമാരെ ഇന്ന് രാത്രി സ്വർഗം നിയമിക്കുന്നു. വിശ്വസിക്കുക. ആമേൻ. പിശാച് പദ്ധതി ഇട്ടിരിക്കുന്ന ചില പൈശാചികമായ ചില പദ്ധതികളെ ഇന്ന് രാത്രി സ്വർഗം ക്യാൻസൽ ചെയ്യുകയാണ്. അത് നിന്നോട് അടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥനയാകുന്ന ഇലക്ട്രിഫൈഡ് കമ്പിവേലിയിൽ തട്ടി ഇന്ന് രാത്രി പൈശാചിക വ്യാപാരങ്ങൾ വീഴുന്ന കാഴ്ച ഈ രാത്രി ആത്മാവിൽ ഞാൻ കാണുകയാണ്. ओ आज रात में आत्मा में देखता हूँ जैसा अनन्यास प्रार्थना किया, वैसा प्रार्थना करने के लिए जो लोग तैयार है उनका चारों पास प्रभु का स्वर्गदूत अपना जीवन को रक्षा कर रहे, सुरक्षा दे रहे। शैतान का कुछ भी योजना अपना जीवन में प्रबल नहीं होगा। ഹല്ലേലൂയ. हालेलुया. ആമേൻ. ഈ എൻകൗണ്ടർ പ്രാർത്ഥിക്കുന്ന ദർശനം കാണുന്ന അനന്യാസിനുണ്ടായപ്പോൾ മാനുഷികമായി സാഹചര്യങ്ങളെ വിലയിരുത്തി, യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തി, ചെവി കൊണ്ടൊക്കെ അവൻ കേട്ടതിനെ വിലയിരുത്തി അവനൊരു മറുപടി പറഞ്ഞു. ശൗലോ, അയ്യോ അവൻ കുഴപ്പക്കാരനാ, അവൻ ഒരിക്കലും രക്ഷിക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവൻ ഭയാശങ്കകൾ മാനുഷികമായിട്ട് തിരിച്ചു പറയുമ്പോൾ जब हम इधर ही देखता है, जब प्रभु का दर्शन अनन्यास का पास आया, अनन्यास मानुषिक रीति से परिस्थिति को देखा, वो बोला ये व्यक्ति सॉल एक कभी भी बदल नहीं होता है, सभी लोग उसका बारे में डरता है। मानुषिक रीति से वो सोचना शुरू किया। അതാണ് 13-ാം വാക്യം പറയുന്നത്. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. इसका 13 आयत में लिखा है, प्रभु का कितना लोग को सतावत किया है ये सॉल, उनका बारे में वो देखा नहीं तो फिर मैं सुन लिया है। നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. हमारा भी ऐसा थोड़ा समस्या है। മോഡിജി പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു, മമതാ ബാനർജി പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു, പത്രം വായിച്ച് എനിക്ക് മനസ്സിലായി, ഡോക്ടർമാര് പറഞ്ഞ ഒരു രക്ഷയില്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇതിനെല്ലാം കൂടെ വലിച്ചു പറിച്ച് ദൈവാത്മ എടുത്ത് ദൂരെ കളയാൻ പോവാ.
आमेन। हमारा भी समस्या यही है, मोदी भी जो बोला हम सुन लिया, हमारा चीफ ने ममता जी बोला हम सुन लिया, न्यूज़मैन जो सुना हम सुन लिया, सारे दुनिया को हम सुन लिया, ये सब हमको निकालना पड़ेगा। ഇവനോട് ദൈവം ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ ഇവൻ പലരും പറഞ്ഞു കേട്ടതൊക്കെ ദൈവത്തോട് തിരിച്ചു പറയുക. अनन्यास को प्रभु ने दर्शन से एक बात को बताया, अनन्यास वापस प्रभु को बोल रहे, क्या बोल रहे, जो सुनने थे ये सारे बात प्रभु से वापस बोल रहे। 15-ാം വാക്യം, കർത്താവ് അവനോട് നീ പോകാം. ശേടാ നീ വർത്താനം പറഞ്ഞു പോടാന്ന് പറഞ്ഞു. 15 आयत में लिखा है, प्रभु ने अनन्यास को बोला तू चले जा. ഹല്ലേലൂയ. പലരും പറഞ്ഞു കേട്ടുണ്ട് നീ എന്തിനാ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്, നീ പോയി നിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞു. दूसरा लोग जो बोल रहे उसका सुन के डर के तू इधर ही क्यों खड़ा है, तू चले जा. പലരും പറഞ്ഞതല്ല നാം കേൾക്കേണ്ടത്, കർത്താവ് പറഞ്ഞ നാം കേട്ടാട്ടെ. देखिए, दूसरा लोग जो बोलता है उसको सुनने के लिए प्रभु हमको नहीं बुलाया, प्रभु जो बोलता है उसको सुनने के लिए, उसको पालन करने के लिए प्रभु हमको बुलाया. അതുകൊണ്ട് ഇനി ഫോൺ വിളിക്കുമ്പോ, ആന്റി സിസ്റ്ററെ പത്രത്തിൽ ഇന്നും കൂടെ ഞാൻ വായിച്ചേ ഉള്ളൂ, ഇന്നും കൂടെ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ, നമ്മുടെ പാസ്റ്റർ ഇന്നലെ പ്രസംഗിച്ച കേട്ടായിരുന്നോ, ഇന്നലെ ബൈബിള് വായിച്ചപ്പോ എനിക്ക് ഇങ്ങനെ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്, ആരൊക്കെ വീണാലും എവിടൊക്കെ തകർന്നാലും ദൈവം നമ്മെ വീഴാൻ അനുവദിക്കത്തില്ല. വാഗ്ദത്തം നടക്കും, ഒന്നിനും നമ്മെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ദൈവസഭയ്ക്ക് സമാധാനം ഉണ്ടാകും, വളരും, ആത്മീയ വർധന പ്രാപിക്കും, പെരുകും. जब एक मुसीबत का परिस्थिति में कोई फोन आएगा, फोन से आप ये नहीं बोलना है, देखिए न्यूज में हम यही देखे थे, मतलब हमारा प्रधानमंत्री यही बोले थे, वो बोलने के लिए नहीं, यही बोलना है. आज मैं वचन से यही पढ़ा, पास्टर आज यही प्रचार किए थे, विश्वास का वचन को बताना है, विश्वास को घोषणा करना है, ताकि कलीसिया आगे बढ़ेगा, प्रभु का महिमा देश देश में प्रबल होगा. आमेन. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനമുള്ള പ്രാർത്ഥിക്കുന്ന അനന്യാസമര സഭയിലുണ്ടായിരുന്നു. ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കുക, പോകാന്ന് പറഞ്ഞപ്പോ പിന്നെ അവൻ പറഞ്ഞില്ല, അവൻ അന്നേരം പോയി. देखिए, जब प्रभु ने उसको बोला चले जाओ और फिर से बात करने के लिए खड़ा नहीं हुआ, प्रभु का आवाज को सुन के जाने के लिए अनन्यास तैयार था. ആ വീട്ടിൽ ചെന്ന്, അടുത്ത വാക്യം, ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. इसके बाद ऐसा लिखा है, जहां पर सौल था वो बाड़ी पर अनन्यास चले जाके उसका ऊपर हाथ रखा. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചിതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. ആമേൻ. അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. तुरंत उसका आंख से कुछ निकल गया, वो देखना शुरू किया और उठ के खाना खाया, प्रभु में बल पाया. आमेन. മനുഷ്യൻ പറഞ്ഞത് കേട്ടോണ്ട്, പത്രമാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടോണ്ടിരുന്നാൽ വീട്ടിലിരിക്കും, കർത്താവ് പറയുന്നത് കേട്ട കൂട്ട സ്നാനം നടക്കും. आमेन. जो मनुष्य बोलता है, जो न्यूज़पेपर बोलता है, वो सुन के बैठेगा तो अपना बाड़ी में बैठेगा. तो फिर जब प्रभु बोलता है, जब उसको सुनने के लिए जाने के लिए तैयार है, काफी लोग मिलकर बपतिस्मा लेगा. प्रभु का लोग राज्य में प्रचुर लोग यही दिनों में प्रवेश करेगा. आमेन. ആമേൻ. 19-ാം വാക്യം പറയുന്ന, ദമസ്കോസിലെ ശിഷ്യന്മാരോട് പൗലോസ് കുറെ നാൾ പാർത്തു. 19 में ऐसा लिखा है, जो दमस्कोस का चेला लोग का साधु बोल काफी दिन उधर ही रुका. മൂന്നാമത്തെ കാരണമാണ് 20-ാം വാക്യത്തിൽ നാം നേരത്തെ വായിച്ചത്. कलीसिया बढ़ने का तीसरा कारण इधर ही हम लोग पहले पढ़े थे. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പൗലോസ് പ്രസംഗിച്ചു. प्रभु यीशु प्रभु बोल के साधु बोल हर एक कलीसिया में प्रचार किया. ഹല്ലേലൂയ. 22-ാം വാക്യം, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. देखिए, सारे लोग यहूदी लोग का सामने, इसका 22 में लिखा है, सभी का सामने साधु बोल प्रूव किया प्रभु यीशु क्रिस्ट है बोल के, क्राइस्ट है बोल के सभी का सामने वो दिखाई दिया. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. आज रात आप लोग मेरा साथ होने से हाथ उठा के प्रभु को धन्यवाद कीजिए. हालेलुया.
4 കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ദൈവസഭയ്ക്ക് ബംഗാളിൽ സമാധാനം ഉണ്ടാകാൻ, ദൈവസഭകൾക്ക് ആത്മീയ വർധനം ഉണ്ടാകാൻ, പരിശുദ്ധ കർത്താവിനോടുള്ള ഭക്തി വർദ്ധിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടക്കാൻ, പെരുകാനുണ്ടാകുന്ന 4 കാരണങ്ങൾ. നമ്പർ 1, പ്രാർത്ഥിക്കുന്ന ദർശനം കാണുന്ന അനന്യാസമാരുള്ള സഭ. നമ്പർ 2, നാട്ടുകാരും പത്രങ്ങളും ഗവൺമെന്റും പറയുന്നതിനേക്കാൾ കർത്താവ് പറയുന്ന അനുസരിക്കുന്നവരുള്ള സഭ. നമ്പർ 3, യേശു തന്നെ ദൈവപുത്രൻ എന്ന ധൈര്യത്തോടെ പ്രസംഗിക്കുന്നവരുള്ള സഭ. आज रात में आप लोग का सामने खास करके 4 बात को मैं बोल रहा हूँ. किसके लिए? कलीसिया में शांति होने के लिए, कलीसिया आगे बढ़ने के लिए. सबसे प्रथम हम लोग वही देख रहे थे, अनन्यास प्रार्थना करने वाला अनन्यास कलीसिया में था. दूसरा हम लोग यही देख रहे थे, अनन्यास का हालेलुया दुनिया का आवाज को सुना नहीं, प्रभु से दर्शन पाया, प्रभु का आवाज को सुन के वो चले गया. तीसरा बात हम लोग वचन से देखा, मतलब साधु बोल क्या किया? कलीसिया में जाके क्या प्रचार किया? यीशु क्रिस्ट है, जीसस इज द क्राइस्ट, यीशु प्रभु बोल के सारे जगह में जाके वो प्रचार किया. आमेन, हालेलुया. രണ്ട് കാര്യങ്ങൾ പാസ്റ്റർ പ്രസംഗിച്ചു. ഒന്ന് പ്രസംഗിച്ചു, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ഹാലേലൂയ. അത് കേട്ടപ്പോൾ ഭയങ്കര വിസ്മയല്ല. രണ്ടാമത് അവൻ പ്രസംഗിച്ചു, ജീസസ് ഈസ് ക്രൈസ്റ്റ്. ഇത് പ്രസംഗിച്ചു ഉടനെ എതിർത്ത് നിന്ന യഹൂദന്മാർ വായ അടഞ്ഞുപോയി. देखिए वो 2 बात खड़ा होके घोषणा किया, हालेलुया, यीशु प्रभु का संतान है. इसके बाद इस सभाई को सामने बोला, यीशु क्रिस्ट है, एक क्राइस्ट है. तो उधर ही खास करके क्या लिखा है? यहूदी लोग और कुछ भी बोलने के लिए नहीं था, उन लोग को ताकत नहीं था. आमीन. 4 സുവിശേഷങ്ങളുണ്ട്. हम लोग 4 सुसमाचार हम जानता है. മത്തായി യേശുവിനെ രാജാവായി ചിത്രീകരിച്ചു. मत्ती सुसमाचार में खास करके हमको मालूम है प्रभु यीशु को राजा करके विशेष रीति से दिखाई दिया है. മർക്കോസ് യേശുവിനെ ദാസനായി ചിത്രീകരിച്ചു. मार्क सुसमाचार में एक दास के रूप में प्रभु यीशु को दिखाई देता है. ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായി ചിത്രീകരിച്ചു. लूका में हमको मालूम होता है मनुष्य का संतान होकर यीशु को दिखाई देता है. യോഹന്നാൻ യേശുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് ചിത്രീകരിച്ചു. जौहन में खास करके हमको मालूम है प्रभु का पुत्र समान यीशु को जौहन दिखाई देता है. മർക്കോസ് വായിക്കുമ്പോ, जब मार्कोस आप पढ़ेगा, ലൂക്കോസ് വായിക്കുമ്പോ, जब लूका अपने पढ़ेगा, ദൈവത്തിന്റെ കരം, കരുതുന്ന കരമാണ് നമുക്കൊക്കെ വെളിപ്പെട്ട് കിട്ടുന്നത്. वो प्रभु का हाथ, प्रभु जो हमारे लिए रखा करता है वही हाथ को हम दिखाई देता है. യോഹന്നാൻ വായിക്കുമ്പോൾ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. जौहन हम पढ़ेगा, जब प्यार करने वाला प्रभु का दिल, प्रभु का हृदय हमको दिखाई देता है. അതുകൊണ്ട് ഏറ്റവും അധ്യായം അവസാനിപ്പിക്കുമ്പോൾ 21, 15, 16, 17 യേശു പത്രോസിനോട് ചോദിക്കുന്നത്, ഇവരിലധികമായി എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? इसलिए जौहन आखिरी में प्रभु यीशु पीटर को पूछ रहे, ये सबसे बढ़कर क्या तू मुझसे प्यार करता हो? वही 3 बार पूछ के वही अध्याय समाप्त हो रहे. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ 9 അത്ഭുതങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. जौहन खास करके 9 यीशु बाबा का अलौकिक चमत्कार को उधर ही लिखा है. യോഹന്നാൻ 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, जौहन कूड़ी का 31 में ऐसा लिखा है, അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ऐसे एक वचन लिखा है, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. उधर ही जौहन ऐसा बोला है, प्रभु यीशु को कृष्ण समान आप लोग पहचानने के लिए और उसको विश्वास करके उनका जीवन को पाने के लिए मैंने सुसमाचार को लिखा. എന്താണ് പൗലോസ് ദമസ്കോസിൽ പ്രസംഗിച്ചത്? साधु बोले इधर क्या प्रचार कर रहे हैं? जीसस इज द सन ऑफ गॉड एंड जीसस इज क्राइस्ट. देखिए 2 बात उन्होंने खास करके बोल रहे, हालेलुया, प्रभु का संतान है यीशु. दूसरा बात क्या है? यीशु क्रिस्ट है. യെസ്, നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വായി തുറന്നൊന്ന് പറഞ്ഞ്, ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ക്രൈസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്, ജീവൻ വ്യാപരിക്കുന്നത് കാണാം.
आज रात सोने के पहले काफी समय अपना मुंह खोल के घोषणा कीजिए, यीशु मेरा प्रभु है, यीशु मेरा ख्रिस्त है, यीशु मेरा प्रभु है। घोषणा कीजिए, मुंह खोल के घोषणा कीजिए। ബംഗാളിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ നോക്കി, രക്ഷിക്കപ്പെടാത്ത ജനലക്ഷങ്ങളെ നോക്കി, ഗ്രാമങ്ങളെ നോക്കി യാത്ര ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വേറൊന്നും പറയാനില്ലെങ്കിലും പറഞ്ഞാട്ടെ, യേശു ബംഗാളിന് ദൈവമാണ്, യേശു ബംഗാളിന് മശികയാണ്. ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ക്രൈസ്റ്റ് 10 പ്രാവശ്യം പറഞ്ഞ് ജീവൻ മരിച്ചു കിടക്കുന്നിടത്ത്, തളർന്നു കിടക്കുന്നിടത്ത്, അടഞ്ഞു കിടക്കുന്നിടത്ത് ജീവൻ ജീവൻ വ്യാപരിക്കുന്നതാണ്. हो, जो कुछ जैसा भी परिस्थिति में हो, बांधा हुआ अवस्था में हो, बंगाल का कोना कोना में, ग्राम में, शहर में खड़ा होके एक ही बात को बोलिए, यीशु बंगाल का प्रभु है, यीशु बंगाल का प्रभु है, यीशु बंगाल का प्रभु है। आप देखिएगा जो जीवन खड़ा, जो मुर्दा हुआ अवस्था से लोग जीवन में खड़ा होगा, बीमारी चंगाई प्राप्त करेगा जब कलीसिया मिलकर घोषणा करने के लिए तैयार है, यीशु बंगाल का प्रभु है। आमेन, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീടിന്റെ മുറിയിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പറ, ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു തന്നെ ക്രിസ്തു, യേശു കർത്താവ്. ഇത് മാത്രം ഒന്ന് 10 വട്ടം പറഞ്ഞ് ഇന്ന് രാത്രി തളർന്നു കിടക്കുന്നിടത്ത്, ജീവൻ പോയിടത്ത്, പ്രാർത്ഥനയിൽ ജീവൻ പോയിടത്ത്, കൃപാവരങ്ങൾ മാറിപ്പോയിടത്ത്, ഇന്ന് രാത്രി എല്ലായിടത്തും ജീവൻ 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 വ്യാപരിക്കുന്നത്. आज रात अपना बॉडी के अंदर जैसा भी अवस्था हो, मुंह खोल के केवल यही घोषणा कीजिए, यीशु मेरा जीवन का प्रभु है, यीशु मेरा जीवन का कृष्ण है, यीशु जीवन प्रभु का संतान है। हालेलुया, मुंह खोल के यही आप घोषणा कीजिए। जो बीमारी में है, जो असुविधा में है, जो पैरालाइज है, चल नहीं सकता है, वो जीवन में आज रात खड़ा होगा यही नाम में। हालेलुया, ഹല്ലേലൂയ, ആമേൻ. ആക്സ് നാം വായിച്ച നേരത്തെ 9:22 പറയുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. हम लोग इधर यही पढ़े थे, यीशु मसीह है, यीशु कृष्ण है बोल के जब साधु बोल घोषणा किया, सादे यहूदी लोग चुपचाप हो गया। എതിരായി സംസാരിക്കുന്നവരുണ്ടോ? ബംഗാളിൽ കർത്തൃവേലയ്ക്ക് എതിരായി ശബ്ദമുയർത്തുന്നവരുണ്ടോ? എഴുതുന്നവരുണ്ടോ? ഈ ദിവസങ്ങളിൽ വായ അടയാൻ പോവുക. നമ്മുടെ വായല്ല, ആമേൻ. എതിരായി നിൽക്കുന്നതിന്റെ വായ അടയ്ക്കാൻ പറ്റും ഈ ശബ്ദത്തിന്. എന്താണ് ശബ്ദം? ജീസസ് ഈസ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ക്രൈസ്റ്റ്. എതിരായി നിൽക്കുന്ന ചില വായികളെ സ്വർഗം അടയ്ക്കുന്ന ഒരു സീസൺ ബംഗാളിന് വേണ്ടി ദൈവം ചെയ്യാൻ പോകും. ओ बंगाल के ऊपर प्रभु ऐसे सीजन को खोल रहे, जो कुछ विरोध होके खड़ा है सारे बात को प्रभु बंद करेगा। शुभ समाचार का विरोध होके जो कुछ खड़ा है उसका सामने यीशु मसीह क्राइस्ट बोल के आज रात भी प्रभु अपने सामर्थ को प्रकट करेगा। आमीन, ഹല്ലേലൂയ. 4ാമത്തെ കാരണം കൂടെ തൊട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ കാരണമാണ് നാം 27-ാം വാക്യത്തിൽ വായിച്ചത്. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാർ അടുക്കൽ കൊണ്ടുചെന്നു. आमीन। 4वीं बात हम लोग इधर ही पढ़ता है, बरनबास क्या किया? साधु बोल को लेके अपोस्तलों के पास लेके आया। ബർന്നബാസ് ഒരു ലേഖനം എഴുതിയിട്ടില്ല. बरनबास कोई पत्री सुसमाचार नहीं लिखा। എബ്രായ ലേഖനം കൂടെ പൗലോസ് എഴുതിയെങ്കിൽ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. लगभग 14 मतलब पत्री साधु बोल ने लिखा है। ബർന്നബാസിന്റെ പേരിന്റെ അർത്ഥം തന്നെ സൺ ഓഫ് എൻകറേജ്മെന്റ്, പ്രബോധനപുത്രൻ എന്നാണ് അവന്റെ പേരിന്റെ അർത്ഥം. बरनबास बोल के नाम का मतलब, उसका मतलब यही है उत्साहित करने वाला व्यक्ति। എന്താണ് സഭയ്ക്ക് സന്തോഷം, എന്താണ് സഭയ്ക്ക് സമാധാനം വരുവാൻ, ആത്മീയവർദ്ധന പ്രാപിപ്പാൻ, പെരുകാൻ കാരണം? कलीसिया आगे बढ़ने के लिए, कलीसिया के ऊपर शांति होने के लिए कारण क्या था? അവിടെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ബർന്നബാസുമാരുണ്ടായിരുന്നു. ओ कलीसिया के अंदर बरनबास था, एक जन दूसरा को उत्साहित करता है, वैसा बरनबास कलीसिया के अंदर था। അസൂയയില്ലാതെ പരിചയപ്പെടുത്തുന്ന ബർന്നബാസ് ഉണ്ടായിരുന്നു. ओ
और दूसरा को ऊपर हिंसा नहीं है, दूसरा को मतलब प्यार से दूसरा को प्रभु में खड़ा करने के लिए, उत्साहित करने के लिए तैयार होने वाला बरनबास था। അഭിഷേകമുള്ളവനെ അടിച്ചമർത്തുന്നവരല്ല, അഭിഷേകമുള്ളവനെ പിടിച്ചു ഉയർത്തുന്ന ബർന്നബാസ്മാരുണ്ടായി. जो प्रभु को अभिषेक है उसको नीचे करने के लिए नहीं, उसको खड़ा करने वाला बरनबास कलीसिया में था. ആമേൻ. പ്രബോധനപുത്രൻ. അവൻ വന്ന് ഇരിക്കുമ്പോ, അവൻ ചിരിക്കുമ്പോ, അവനിന്ന് കൈയടിക്കുമ്പോ മുഖം കാണുമ്പോ തന്നെ ഒരു ഉത്സാഹമാണ്. जब बरनबास को देखेगा, मतलब जब बरनबास बातचीत करेगा, लोग उत्साहित हो जाता है. ആമേൻ. അവൻ ശൗലിലുള്ള അഭിഷേകം അവനെ ആരായി തീരും ഭാവിയിൽ എന്നവൻ ആത്മകണ്ണാ കണ്ടിട്ട് എല്ലാവരും ഇവൻ കുഴപ്പക്കാരനായെന്ന് പറയുമ്പോൾ ബർന്നബാസ് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ഇവനെ കൊണ്ട് പരിചയപ്പെടുത്തി ഈ പൗലോസിനെ ആമേൻ അവരുടെ കൂടെ ചേർക്കാനിടയായി. देखिए साधु बोल को वो पहचान लिया, दूसरा अपोस्तल लोग का सामने परिचय दिया और उनको उत्साहित किया, आगे बढ़ने के लिए सहायता किया. നാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരാണോ അതോ മറ്റുള്ളവരെ നാം നിരുത്സാഹപ്പെടുത്തുന്നവരാണോ? क्या हम दूसरा जो लोग को उत्साहित देने वाला लोग है और हम उन लोग को निरुत्साह देता है? അവൻ ഒരു വേളയിൽ യേശു പടകിൽ ഉറങ്ങിപ്പോയെന്ന് കാണുവാൻ കഴിയും. एक बार हम लोग मालूम है यीशु बाबा नौका के अंदर सो गए थे. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ ചിലരുടെ പ്രതികരണം കണ്ടിട്ട് യേശു അതിശയിച്ചു എന്നും കാണാൻ കഴിയും. और कुछ जगह में ऐसा लिखा है, कुछ लोग जैसा यीशु का साथ मतलब अविश्वास किया देखे यीशु आश्चर्य हो गया. ആമേൻ. ചിലരുടെ പ്രതികരണം കണ്ടിട്ട് അവരുടെ ജീവിത പടകിൽ യേശു ഉറങ്ങിപ്പോവുക. कुछ लोग को देखे, उन लोग को परिस्थिति को देखे यीशु उन लोग का नौका में सो जाता है. എന്നാൽ ചിലരുടെ ആ ഇരിപ്പും ഡയലോഗും ആ പ്രതികരണവും ഒക്കെ കാണുമ്പോൾ യേശു തന്നെ പറയാ, ഇങ്ങനൊരു പീസിനെ ബംഗാളി പോലും എവിടെയും കാണാൻ കിട്ടത്തില്ല. कुछ लोग का जीवन को देखे यीशु क्या होता है, आश्चर्य होता है. നിങ്ങൾ യേശുവിനെ ഫ്രീസ് ആക്കുന്നവരാണോ ഫയർ ആക്കുന്നവരാണോ? क्या अपने यीशु को ठंडा करने वाला लोग है और यीशु को आगून में खड़ा करने वाला लोग है? ഇന്ന് രാത്രി തീരുമാനം എടുത്താട്ടെ, ഞാന് ബർന്നബാസിനെ പോലെ ഉത്സാഹിപ്പിക്കുന്ന ഒരാളായി തീരും. आज रात यही निर्णय लेना है, मैं बरनबास का समान मैं उत्साह देने वाला व्यक्ति होगा. आमीन. ഹല്ലേലൂയ. Hallelujah. എന്നോട് അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനന്യാസിനെ പോലെ പ്രാർത്ഥിക്കുന്ന ദർശനം കാണുന്നവർ ബംഗാളിലെ സഭകൾ എഴുന്നേറ്റ് വരട്ടെ. अनन्यास का समान दर्शन देखने वाला, प्रार्थना करने वाले लोग कलीसिया से खड़ा होना. സ്വർഗീയ പിതാവേ, രാത്രി ഞാൻ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബംഗാളിനെ അനുഗ്രഹിക്കുന്നു, ജില്ലകളെ, പട്ടണങ്ങളെ, ഗ്രാമങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തദാസൻ പാസ്റ്റർ എൽദോസ് മാത്യുവിനെയും കുടുംബത്തെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. प्रभु आज रात स्वर्गीय पिता हम मिलकर प्रभु हर एक जन को आशीष करके प्रार्थना करता हूँ. बंगाल को, प्रभु का दास को, ये कलीसिया को, प्रार्थना सभा में जुड़ा हुआ हर एक जन को प्रभु यीशु का नाम से हम आशीष करके प्रार्थना करता हूँ. റേഡിയൻസ് പ്രയർ സെന്റർ സഭകൾക്കായി, കൂട്ടായ്മകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബംഗാളിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ഈ സഭയുടെ പ്രാർത്ഥന കൂട്ടായ്മകൾ, കയർ സെല്ലുകൾ എല്ലാം ധാരാളമായി പെരുകി വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. यीशु का नाम से प्रभु मैं रेडियंस प्रेस सेंटर कलीसिया के लिए प्रार्थना करता हूँ. बंगाल का हर एक ग्राम में, हर एक शहर में ये प्रार्थना सभा यीशु का नाम से शुरू होने दो. കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. രോഗികളുടെ മേൽ വേഗത്തിലോടുന്ന വിടുവിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം ഇപ്പോൾ പോയി സ്പർശിക്കട്ടെ. आज प्रार्थना सभा में जुड़ा हुआ हर एक जन को प्रभु का हाथों में समर्पण करता हूँ. हर एक बीमारी को यीशु का नाम से आज रात प्रभु अपने वचन को भेजकर इसी समय स्पर्श कर प्रभु. ആമേൻ. പ്രാർത്ഥിക്കുന്ന, ദർശനം കാണുന്ന, അനുസരിക്കുന്ന അനന്യാസുമാർ എഴുന്നേൽക്കട്ടെ. प्रार्थना करने वाला, दर्शन देखने वाला, प्रभु का आज्ञा को पालन करने वाला प्रभु अनन्यास को इधर से खड़ा कीजिए. യേശു തന്നെ ദൈവപുത്രൻ, യേശു തന്നെ ക്രിസ്തു എന്ന് സധൈര്യം പ്രസംഗിക്കുന്ന പൗലോസുമാർ ധാരാളമായി ബംഗാളിൽ എഴുന്നേൽക്കട്ടെ. प्रभु बंगाल से अनेक साधु बोल का समान प्रभु यीशु
कृष्ण है, प्रभु यीशु प्रभु है। बंगाल में प्रचार करने का, घोषणा करने का अपोस्तलों को प्रभु खड़ा कर। നിർവീതിയിൽ യൂദയുടെ വീട്ടിൽ ദൈവികമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടും കണ്ണ് കാണാൻ കഴിയാതെ, പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ശൗലുമാരെ പോലെയുള്ളവരെ കണ്ടുപിടിക്കുകയും അഭിഷേകത്തെ തിരിച്ചറിയുകയും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ബർന്നബാസുമാർ ബംഗാളിൽ എഴുന്നേൽക്കട്ടെ. प्रभु बंगाल से जैसा बरनबास प्रभु का अभिषिक्त दास लोग को पहचान लिया, उन लोग को बुलाहट को जानेगा, पहचानेगा, वैसा बरनबास लोग को प्रभु बंगाल से खड़ा कर। प्रभु കർത്താവേ, ഇന്ത്യയുടെ പ്രശംസാ കിരീടമായി അനേക മിഷണറിമാരെ അയക്കുന്ന, ലോകമറിയപ്പെടുന്ന അനേക സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, അനേക അപ്പോസ്തലന്മാർ സഭകൾ സ്ഥാപിക്കുന്ന, മാതൃകയുള്ള അറിയപ്പെടുന്ന അനേക ഇടയന്മാരുടെ സംസ്ഥാനമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് ബംഗാളിനെ അനുഗ്രഹിക്കുകയാണ്. प्रभु हम मिलकर बंगाल को ब्लेस करके प्रार्थना करता हो। बंगाल से राज्य राज्य में प्रभु का सुसमाचार को घोषणा करने वाला शक्तिशाली प्रभु का लोग, प्रभु का दास लोग, प्रभु का अपोस्तल लोग को प्रभु बंगाल से आप खड़ा कीजिए। प्रभु ഇനിയൊരു സീസൺ, ഇനിയൊരു സമയം ബംഗാളിലെ അഭിഷക്തന്മാരുടേതായി തീരട്ടെ. ओ ऐसा एक समय सीजन को बंगाल के ऊपर खोल दो प्रभु। बंगाल का अभिषेक लोग को प्रभु इस्तेमाल करने का सीजन। കഴിഞ്ഞ നാളുകളിൽ അനേകരെ ബംഗാളിലേക്ക് വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു ചരിത്രമേ മാറട്ടെ. ബംഗാളിൽ നിന്ന് അനേകർ രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും പോയി ദൈവവചനം പ്രസംഗിക്കട്ടെ. प्रभु ऐसे एक नया सीजन बंगाल के ऊपर खोल दो। बंगाल का लोग देश देश में, राज्य राज्य में जाके प्रभु का नाम से प्रचार करेगा, घोषणा करेगा। കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ കൂട്ടായ്മയെ ബ്ലെസ് ചെയ്യുന്നു, എല്ലാ മഹത്വം തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. प्रभु आप प्रार्थना को सुना, हम धन्यवाद देता हूँ। सारे आदर महिमा प्रशंसा प्रभु अपने नाम के लिए देता हूं। आमीन, आमीन, आमीन।